പ്രയർ പറയാമോ? മിസ് വന്നിട്ടാണോ പറയുന്നത്? മിസ് ഇപ്പൊ വരുമായിരിക്കും. വരട്ടെ. പ്രയർ പറഞ്ഞോളൂ, പറയാൻ പറഞ്ഞിട്ടില്ല. അല്ല, ചിലപ്പോ ഇപ്പൊ വരുമായിരിക്കും. സ്റ്റാർട്ട് ചെയ്തോ? പ്രയർ പറഞ്ഞോ? മിസ് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തോ? പ്രയർ പറയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞു. ഇന്ന് പ്രയർ ആരാ? പ്രയർ പറഞ്ഞോളൂ. പ്രയർ സ്നേഹയാണ് കേറിയിട്ടില്ലെന്ന്. വന്നല്ലോ. പ്രയർ പറഞ്ഞോടാ. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും കരുണേണം. ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾക്ക് എന്നെ ക്ലിയർ അല്ല. ഒന്നും ഒന്നും കേൾക്കുന്നില്ല. ഞാൻ വെറുതെ എനിക്ക് മാത്രമേ ഉള്ളെന്ന്. എനിക്കും കേൾക്കത്തില്ല. റേഞ്ച് കിട്ടുന്നില്ല. എന്ത് പറ്റി? സ്നേഹയാണോ പ്രയർ? അതെ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. പക്ഷെ സ്നേഹയ്ക്ക് വേറെ കാരണം മൂവ്മെന്റും ഇല്ല. അതങ്ങനെ ആ സ്ക്രീൻ ഇങ്ങനെ ഒരു സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ ചെറിയൊരു മൂവ്മെന്റ് വരുമല്ലോ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. തുടങ്ങിയിരുന്നോ? സ്റ്റാർട്ട് ചെയ്തായിരുന്നോ സ്നേഹ? ആണോ? Good afternoon, all. Today I'm going to say the thought of the day. Education is the most powerful weapon which you can use to change the world. Nelson Mandela. Good afternoon, all. Respected ma'am and my dear friends, today I am here to welcoming all to our class. First of all, I should like to welcome our class facilitator Jisha ma'am. Welcome ma'am. Next, I should welcome all students who joined in this class. Welcome all. Wish you a good day and happy. Thank you. സ്നേഹയ്ക്ക് എന്താ പറ്റിയെന്നറിയില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? സ്നേഹ ഇൻ ബിറ്റ്വീൻ ജോയിൻ ആവുമ്പോൾ നമുക്ക് പ്രയർ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞേ? രണ്ട് ഹോംവർക്ക് തന്നായിരുന്നു. സർവേ ചെയ്യാനും ഹാൻഡ് വാഷ് സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാനും പറഞ്ഞു. നിങ്ങൾ സമയം പോലെ ചെയ്താൽ മതി. പക്ഷെ ഒത്തിരി അങ്ങ് ഡിലേ ആകണമെന്നില്ല. ഇങ്ങനെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെ അവർക്ക് ടെൻഷൻ ഒന്നും വേണ്ട. നമുക്ക് അല്ലാതെ കുറെ ചിലപ്പോൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മുടെ വീട്ടിലും നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് ഉണ്ടാകും. പക്ഷെ ഇത് പെൻഡിങ് ആകാതെ ഒന്ന് നോക്കുക. അതേ ഉള്ളൂ കേട്ടോ. റിലാക്സ് ആയിട്ടിരുന്ന് ചെയ്യണം. അല്ലാതെ നമ്മൾ ടെൻഷൻ പിടിച്ച് ധൃതി പിടിച്ച് ചെയ്യല്ല. നമ്മൾ ആസ്വദിച്ച് ചെയ്യേണ്ടതാണ് ഈ കാര്യങ്ങളെല്ലാം. ഓക്കെ, എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ നമ്മുടെ ഇന്നത്തെ ഒരു കോഴ്സിൽ പറഞ്ഞു അല്ലെ? ശരിക്കും ശരിയല്ലേ? നമ്മളുടെ മിക്ക ദിവസങ്ങളും ഇതുപോലെ ക്ലാസ്സിൽ കടന്നു പോകുമ്പോൾ ആരെങ്കിലൊക്കെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറയും. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്?
യെസ്. നോളജ് എന്താണ്? അറിവ് നേടുക. അത് നേടുക എന്നുള്ളത് അല്ലേ, പുതിയ കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത്? പുതിയ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ ചെയ്യാനും കൂടെ കഴിയണം. പുതിയ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അപ്ലൈ ഇൻ അവർ ലൈഫ്. യെസ്, നമ്മളത് അപ്ലൈ ചെയ്യും. ഓക്കെ, അതായത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾക്ക് കിട്ടിയ അറിവ് നമ്മൾ പകർന്നു കൊടുക്കും അല്ലെ, അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ മാത്രം അവയർനെസ് നേടുക എന്നുള്ളതല്ല, നമ്മളത് നമ്മളുടെ ലൈഫിലും ചുറ്റുപാടും അപ്ലൈ ചെയ്യും. മറ്റുള്ളവർക്ക് ആ അറിവ് പകർന്നു കൊടുക്കുമ്പോഴാണ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത്. എഡ്യൂക്കേഷൻ ഒരു പ്രോസസ്സാണ്, നമ്മളെ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളെ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ. അല്ലാതെ ഒരു സബ്ജക്ട് പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങുന്നതല്ല എഡ്യൂക്കേഷൻ. ഇതൊരു ലേണിംഗ് പ്രോസസ്സാണ്. അപ്പൊ നമ്മളും ഒരു ലേണിംഗ് പ്രോസസ്സിന്റെ ജേർണിയിലാണ്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞേ? എന്തെങ്കിലും പറയാനുണ്ടോ? യെസ്, എനിത്തിങ്? ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ക്ലാസ് ആയിട്ട് എടുത്തിട്ടില്ല. അന്ന് ഹെൽത്തിന്റെ പ്രൈസസ് പറയിപ്പിച്ചു. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് ഇപ്പൊ നിൽക്കുന്നത്. അതിന് മുന്നേ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. നമ്മൾ വേറെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു ലാസ്റ്റ് ക്ലാസ്സിൽ അല്ലേ? ഓക്കെ, ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നുള്ള ചാപ്റ്ററിൽ നിൽക്കുവാണ്. ഷെയർ ചെയ്യാം. യെസ്, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ തുടങ്ങിയിരുന്നു. ഹെൽത്തിനെ കുറിച്ച് അല്ല, ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ ടെക്സ്റ്റിലുള്ളത് പറഞ്ഞിട്ടില്ല. സോ ആ 2 പാരഗ്രാഫ്സ് ആരെങ്കിലും വായിക്കാമോ? യെസ്, ഹെൽത്ത് ആൻഡ് ഹൈജീനില് സ്റ്റാർട്ട് തൊട്ടല്ലേ? ഞാൻ സ്ക്രീനില്ലേ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതല്ലേ ഇനി എടുക്കണ്ടേ? ഇനി എടുക്കേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ആ 2 പാരഗ്രാഫ്സ് ഒന്ന് വായിക്കാമോ എന്ന് ചോദിച്ചത്. Habits and behavior similar to childhood remains constant even in adulthood. It is education that helps the child to achieve healthy habits and attitudes. No health problem can be improved without the help of a school. Hence, whatever steps are taken in school regarding health have a direct effect on the community. Whatever happens in a community has its effect on the school. It expected school students, whatever they learn about health in the school, do inform or discuss with their parents, other family members. Hence, health knowledge generates through school and parents also get education. Health cannot be achieved simply by taking 1 or 2 pills every day, not by observing applying this knowledge in everyday life. The care of the body regarding food, cleanliness, exercise, protection against diseases are essential for the avoidance of sound. ഓക്കെ, നമ്മൾ ഹെൽത്ത്
ഹാബിറ്റ്സും ബിഹേവിയറും എന്താന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലെ. എന്താണ് ഹാബിറ്റ്സ്, എന്താണ് ബിഹേവിയർ? ചെറിയ പ്രായത്തിൽ തുടങ്ങി കുട്ടികളിൽ നല്ല ശീലങ്ങൾ, ഗുഡ് ഹാബിറ്റ്സ് ആണെങ്കിൽ ലൈഫ് ലോങ് അവർ അഡൾട്ട് ആകുന്നവരെയും ആ നല്ല ഹാബിറ്റ്സ് ഉണ്ടാകും. അത് അവരുടെ പേഴ്സണൽ ഗ്രോത്തിനും അവരുടെ ഹെൽത്തിനും അവരുടെ പേഴ്സണാലിറ്റിക്കും നല്ലതായിരിക്കും എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. അപ്പൊ അത് ചൈൽഡ്ഹുഡിലുള്ളത് തന്നെ, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അത് കൺസിസ്റ്റന്റ് ആയിരിക്കും, അഡൾട്ട്ഹുഡിലേക്കും എത്തും. എഡ്യൂക്കേഷൻ ആണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു അവയർനെസ്, അതാണ് കുട്ടിക്ക് നല്ല ഹെൽത്തി ഹാബിറ്റ്സും ആറ്റിറ്റ്യൂഡും ഡെവലപ്പ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സ്കൂളില് കുട്ടികൾ ഏറ്റവും ആക്റ്റീവ് ആയിരിക്കുന്ന സമയം സ്കൂളിലാണ്. വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യുന്ന ടൈം, ഭക്ഷണം കഴിക്കുന്ന ടൈം, കുറച്ചു നേരം കളിക്കുന്നു, കുറച്ചു നേരം പഠിക്കുന്നു. അതിനേക്കാൾ കൂടുതൽ ആക്റ്റീവായി അവരിയ്ക്കുന്നത് സ്കൂളിലാണ്. അങ്ങനെയാകുമ്പോൾ സ്കൂളുകൾക്ക് അവരുടെ റോള് വളരെ ഇമ്പോർട്ടന്റ്. അവർക്ക് കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ സ്കൂളിന്റെ ഹെൽപ്പ് ഇല്ലാതെ ഒരു കാര്യം, ഒരു പ്രോഗ്രാമും നമുക്ക് കുട്ടികളിലേക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അതിനുവേണ്ടി എടുക്കാൻ പറ്റുന്ന എല്ലാ സ്റ്റെപ്സും, അത് ഹെൽത്ത് ആണെങ്കിലും എല്ലാ സ്റ്റെപ്സും സ്കൂൾ എടുക്കണം. അതൊരു നല്ലൊരു സൊസൈറ്റിയെ ബിൽഡ് ചെയ്യുന്ന പോലെയാണ്. ഓരോ കുട്ടികളും ഓരോ ഫാമിലിയിൽ നിന്നാണല്ലോ വരുന്നത്. ഫാമിലികൾ ചേരുന്നതല്ലേ സൊസൈറ്റി. നല്ലൊരു കമ്മ്യൂണിറ്റി, നല്ലൊരു സൊസൈറ്റിയിലേക്ക് അതിന്റെ നല്ല ഇമ്പാക്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നല്ല കമ്മ്യൂണിറ്റി ആകുമ്പോൾ എല്ലാം നമുക്കൊരു സർക്കിൾ പോലെ, ലൂപ്പ് പോലെയാണെന്ന് പറയാം. അത് സ്കൂളുകൾക്കും നന്നായിരിക്കും. സ്കൂൾ സ്റ്റുഡൻസ് അവർ ഹെൽത്തിനെ കുറിച്ച് സ്കൂളിൽ പഠിക്കുന്നതെല്ലാം അവരെന്താ വീട്ടിൽ ചെന്ന്, ഈ കൊച്ചു കുട്ടികൾ അങ്ങനെയാണല്ലോ എല്ലാ കാര്യങ്ങളും വന്ന് പാരന്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്യൂലേ. അപ്പൊ നമ്മളും അവെയർ ആവുകയാണ്. അവർ പറയുമ്പോൾ കുറെ കാര്യങ്ങളിൽ നമുക്ക് പോയിന്റ്സ് ഉണ്ടെന്ന് നമ്മൾ പാരന്റ്സ് നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. അപ്പൊ ഓരോ വീട്ടിലുമാണ് ഈ സ്കൂൾ കണ്ടക്ട് ചെയ്യുന്ന നല്ല പ്രോഗ്രാംസിലൂടെ അവയർനെസ് കിട്ടുന്നത്. നമുക്ക് സിംപ്ലി ഒരു 1 or 2 പിൽസ് എന്താ പറയാ ടാബ്ലറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഒരു ഹെൽത്ത് ഉണ്ടാകില്ല. ഇപ്പൊ പല സപ്ലിമെന്റ്സും ആളുകൾ കഴിക്കുന്നുണ്ട്, പല പ്രോഡക്ട്സ് ഇറങ്ങുന്നുണ്ട് മാർക്കറ്റിൽ അല്ലെ. ഇത് കഴിച്ചാൽ നിങ്ങളുടെ ഷുഗർ ഇത്ര താഴ്ന്നു വീഴും, കൊളസ്ട്രോൾ ലെവൽ മാറും, ഇതങ്ങനെ ഓരോരോ നമ്മുടെ ബോഡിയുടെ കണ്ടീഷൻസ് നോർമലൈസ് ചെയ്യാൻ പറ്റുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ സപ്ലിമെന്റ്സ് ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ അതിന്റെ ഓതന്റിസിറ്റി ഒക്കെ നോക്കി നമ്മളത് കൺസ്യൂം ചെയ്യുക, അല്ലാതെ അത് കഴിച്ച് വളരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഞാനൊരു ദിവസം വീട്ടിൽ ചെന്നപ്പോ അമ്മ എന്നോട് ഇങ്ങനെ പറയുകയാണ്, അമ്മ ദിവസം അമ്പലത്തിൽ പോകുന്ന ആളാണ് കേട്ടോ. അപ്പൊ അമ്മ ഇങ്ങനെ പറയുമ്പോ ദിവസം അമ്പലത്തിൽ പോകുമ്പോൾ ഒരു ചേച്ചിയെ കാണാറുണ്ട്. അവർക്ക് കൂടി വന്നാൽ ഒരു 50s അടുത്തേ ആയിട്ടുള്ളൂ. അപ്പൊ കാണാനൊക്കെ മിടിക്കുകയാണ്, നല്ല ആക്റ്റീവ് ഒക്കെയാണ് ആള്, നല്ലപോലെ സംസാരിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഒരു പ്രാവശ്യം ചെന്നപ്പോ അമ്മ പറയുക, അവര് ഈ യൂത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് എവിടെയോ പോയി ഇതുപോലെ എന്തോ ഒരു സപ്ലിമെന്റ് കഴിച്ചു എന്ന്. അതെന്തോ ഒരു കോഴ്സ് പോലെ എത്രയോ നാളെങ്ങാണ്ട് കഴിക്കണം. അത് കഴിച്ചതിന്റെ എന്നറിയില്ല. അവര് സ്ട്രോക്ക് വന്ന് വീണു. അവർക്കിപ്പോ സംസാരിക്കാൻ പറ്റില്ല, വായൊക്കെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഓടിപ്പോയി. ഇപ്പൊ ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിലേ അവർക്ക് നടക്കാൻ പറ്റുള്ളൂ. അത് ഒരു 50 വയസ്സായിട്ടില്ല. അവരുടെ കാര്യം പറഞ്ഞ അവരെ കൂടുതൽ എങ്ങാകാനും സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് പോയി ചെയ്തത്. എന്നിട്ട് അമ്മയ്ക്കൊക്കെ സജസ്റ്റ് ചെയ്തായിരുന്നു. അമ്മയ്ക്ക് 70+ ഉണ്ട്, ഇങ്ങനെ ചെയ്യണം, ഭയങ്കര ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പൊ അവർക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരാളുടെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നതും പിടിച്ചൊക്കെ നടക്കണം. ആ രീതിയിലേക്ക് ആയിപ്പോയി. അതുകൊണ്ട് നമ്മൾ എന്ത് കൺസ്യൂം ചെയ്യുമ്പോഴും നമ്മൾ അതിന്റെ ഓതന്റിസിറ്റി നോക്കി തന്നെ കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് പിൽസ് കഴിച്ച് നമുക്ക് നമ്മളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതല്ല. നമ്മളുടെ ബാലൻസ്ഡ് ഡയറ്റ്, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാൻ നമ്മൾ ചെയ്യുന്ന മാർഗങ്ങൾ അത് റൈറ്റ് ആയിരിക്കണം. ഓരോ ആളുകൾക്കും ഓരോന്നായിരിക്കും ചേരുന്നത്, പറ്റുന്നത്, ആരോഗ്യവും പ്രായവും ഒക്കെ അനുസരിച്ച്. അതിനനുസരിച്ചൊക്കെയാണ് നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അവിടെ ലാസ്റ്റ് ഒരു സെന്റൻസ്, ദ കെയർ ഓഫ് ദ ബോഡി റിഗാർഡിംഗ് ഫുഡ്, ക്ലെൻനെസ്, എക്സസൈസ്, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡിസീസ് എക്സെട്ര ആർ എസെൻഷ്യൽ ഫോർ ദ അവോയ്ഡൻസ് ഓഫ് സൗണ്ട് എന്നുണ്ട്. അവിടെ നിങ്ങൾ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയാം. അതായത് നല്ല സൗണ്ട് ബോഡി, നല്ല സൗണ്ട്, നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി നല്ല സൗണ്ട്, നല്ല ആരോഗ്യത്തോടു കൂടെ ഇരിക്കണം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എക്സെട്ര ആർ എസെൻഷ്യൽ ഫോർ ഗുഡ് ഹെൽത്ത് എന്ന് ആക്കുക. ദ അവോയ്ഡൻസ് ഓഫ് സൗണ്ട് എന്നുള്ളതിന് പകരം ഗുഡ് ഹെൽത്ത് എന്ന് ആക്കുക. അപ്പൊ കുറച്ചുകൂടെ മനസ്സിലാകാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് സിമ്പിൾ ആയിട്ടൊരു വേർഡ് പറഞ്ഞു തന്നേ ഉള്ളൂ. അവിടെ ഉദ്ദേശിക്കുന്നതും സെയിം തന്നെയാണ്. സൗണ്ട് ബോഡി, സൗണ്ട് മൈൻഡ് എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ അതിനെ സിമ്പിൾ ആയിട്ട് ഫോർ ഗുഡ് ഹെൽത്ത് എന്ന് ആക്കുവാണെങ്കിൽ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ തോന്നില്ല.
നെക്സ്റ്റ് 3 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. സ്കൂളിൽ എങ്ങനെയൊക്കെയാണ് അതോറിറ്റീസ് ഈ പല അവയർനെസ് കുട്ടികളിലേക്ക് കൊടുക്കുന്നതും അവർ ഉറപ്പാക്കുന്നതും ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങളിൽ അവർ ഉറപ്പ് തരുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ 3 പോയിന്റ്സ് ആയിട്ടുണ്ട്. ആരെങ്കിലും അത് റീഡ് ചെയ്യാമോ? Teaching principles of health and hygiene is important as school days make the foundation of habits. The school authorities should guarantee that the school building gets fresh air and sunlight. Proper water supply should also be available for drinking as well as cleaning purposes. Appropriate exercise should be included in the school curriculum in between study hours, which will be helpful to make the student more powerful. The school should be able to provide the children with a pleasant atmosphere for their growth and development. സ്കൂൾ ഡേയ്സിൽ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ രീതികൾ, ആ ടീച്ചിങ്, അതിന്റെ പ്രിൻസിപ്പിൾസ് ഇതെല്ലാം അവരെ മനസ്സിലാക്കിക്കുക എന്ന് പറയുന്നത് അവരുടെ ഹാബിറ്റ്സിൽ ഒരു ഫൗണ്ടേഷൻ ഇടും. നമ്മൾ പ്ലക്കാർഡ് കൊണ്ടുപോവുകയാണെങ്കിൽ, അതായത് ഹാൻഡ് വാഷിംഗ് ടെക്നിക്സിന്റെ പ്ലക്കാർഡ് കൊണ്ടുപോയി നല്ലൊരു ആക്ഷൻ സോങ്ങും കൂടെ ക്രിയേറ്റ് ചെയ്ത് കുട്ടികൾക്ക് ആ ആക്ഷൻ സോങ് ചെയ്ത് പ്ലക്കാർഡ്സ് അവരെ കൊണ്ട് പിടിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ ആക്ഷൻ സോങ്സ് ഒക്കെ ചെയ്യിക്കുമ്പോൾ അവർക്ക് കൂടെ ഉള്ളിലേക്ക് ആ വാല്യൂസ് ഇറങ്ങും. നമ്മളൊരു സ്റ്റോറി നറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നല്ലൊരു മോറൽ വാല്യൂസ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും, അല്ലെ? നമ്മൾ അവരോട് നറേറ്റ് ചെയ്യുമ്പോൾ കുട്ടികളോട് എന്താ പറയാ, നീ കള്ളം പറഞ്ഞു പോരുത്, സത്യസന്ധനായി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ വാക്കുകൾ പറഞ്ഞ് ഇവർക്ക് മനസ്സിലാവില്ല അതെന്താണ്. പക്ഷെ നമ്മൾ അതൊരു സ്റ്റോറിയിലൂടെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു സ്റ്റോറിയിലൂടെ നമ്മൾ നറേറ്റ് ചെയ്യുമ്പോൾ അത് അവർക്ക് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ആ ഒരു വാല്യൂ അവരുടെ ഉള്ളിൽ ശരിക്കും കയറും. ഞാനും അതുപോലെ ആകും, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ചില നമ്മളുടെ റിയൽ ഹീറോസ്, നമ്മളുടെ ഈ ഭഗത് സിംഗ് അങ്ങനെയൊക്കെ കുറെ ഹീറോസ് ഒക്കെ ഉണ്ടല്ലോ, അവരെ കുറിച്ചൊക്കെ ഉള്ള പല കഥകളും അതൊക്കെ റിയൽ സ്റ്റോറീസ് ആണ്. റിയൽ സ്റ്റോറീസ് ഒക്കെ അവരോട് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അവർക്ക് ഭയങ്കര ഒരു കൗതുകമായിരിക്കും. അപ്പൊ അവർ ഇങ്ങനെയും ഉണ്ടായിരുന്നു, അപ്പൊ അത് ഞാനും അതുപോലെ ആവണം, ആ ഒരു രീതിയിലൊക്കെ അവർക്ക് തോന്നും. എല്ലാവരോടും എനിക്ക് ഇതുപോലെ തന്നെ സ്നേഹിക്കണം. അപ്പം ജീസസ് ക്രൈസ്റ്റിന്റെ ആണെങ്കിലും ഭഗത് സിംഗിനെ പോലുള്ളവരുടെ ആണെങ്കിലും അങ്ങനെ നമുക്ക് കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അത് അവരെ കുറിച്ചൊക്കെ ഉള്ള അങ്ങനെ സ്റ്റോറീസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. മൗലാന അബ്ദുൽ കലാം ആസാദ് നമ്മുടെ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഓരോരുത്തർ ചെയ്ത കോൺട്രിബ്യൂഷൻസ് ഇവരുടെ ഏജിനനുസരിച്ച് പറഞ്ഞു കൊടുക്കുക. കഥ പറയുമ്പോൾ വോയിസ് മോഡുലേഷൻ അതിനനുസരിച്ചാക്കിയിട്ട് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിയൽ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഭയങ്കര ഇൻസ്പയർഡ് ആകും, ഭയങ്കര മോട്ടിവേറ്റഡ് ആവും കുട്ടികൾ. ഫാന്റസി സ്റ്റോറീസ് കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നതിലും നല്ലത് ഈ റിയൽ സ്റ്റോറീസ് ആണ്. അത് ഡോക്ടർ മോണ്ടിസോറി അങ്ങനെ തന്നെയാട്ടോ പറയുന്നത്. ചെറുതെ ഫാന്റസി സ്റ്റോറീസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം, നമ്മളുടെ കുട്ടികളൊന്നും അങ്ങനെ എപ്പോഴും ഫാന്റസിയിൽ തന്നെ ഇരിക്കില്ല. പക്ഷെ കൂടുതലും ഫാന്റസി സ്റ്റോറി പറയുന്നത് അതിന്റെ ഒപ്പം ഇതുപോലെ തന്നെ റിയൽ ഹീറോസിന്റെ പറയണം. അവർക്ക് അങ്ങനെ ആ ഒരു അവയർനെസ് കിട്ടും. അത് അവരുടെ എന്താ പറയാ ബിഹേവിയറിൽ അത് നല്ലൊരു ഫൗണ്ടേഷൻ പോലെയാണ്. ഇവിടെ സ്കൂളുകളിലെ ഹെൽത്തിനെ കുറിച്ചും ഹൈജീനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതവർക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ആയിരിക്കും. സ്കൂൾ അതോറിറ്റീസ് ഗ്യാരണ്ടി ചെയ്യണം, കാരണം അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ്, സ്കൂൾ ബിൽഡിങ്സ് നല്ല എയറും നല്ല സൺലൈറ്റ് ചിലപ്പോൾ ഒരു നാച്ചുറൽ ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്, അല്ലെ? അണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഡിസ്ഇൻഫെക്റ്റന്റ് ആണ് സൺലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ മഴ അടുപ്പിച്ച് കുറെ ദിവസം മഴ പെയ്യുമ്പോൾ തന്നെ നമുക്ക് വീടിനകത്തൊരു അസ്വസ്ഥതയൊക്കെ തോന്നും, ഒരു ഡാം സ്മെല്ല്. വെയിൽ വരുമ്പോഴേക്കും എല്ലാവരും ജനലും വാതിലൊക്കെ തുറന്നിട്ട് അലക്കിയ ഡ്രസ്സ് മഴയത്ത് നല്ലപോലെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടാവില്ല, ഒരു ഡാം അങ്ങനെ ഒരു ഫീൽ ആയിരിക്കും. അതൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും പായൊക്കെ വിരിച്ച് നിരത്തിയിടും ചൂട് കിട്ടാനായിട്ട്. അല്ലെങ്കിൽ ഡ്രയർ യൂസ് ചെയ്യും. ചിലയിടത്ത് അങ്ങനെ വെയിൽ കിട്ടാത്ത ആളുകൾ എന്താ ചെയ്യുന്നത്, ആർട്ടിഫിഷ്യൽ ആയിട്ട് ചൂടിന് വേണ്ടിയിട്ട് ഡ്രയർ യൂസ് ചെയ്തിട്ട് ഉണക്കും. പക്ഷെ നമുക്ക് നാച്ചുറൽ ആയിട്ട് സൺലൈറ്റ് കിട്ടുമ്പോൾ ഏറ്റവും നല്ല ഡിസ്ഇൻഫെക്റ്റന്റ് സൺലൈറ്റ് തന്നെയാണ്. വെയിലത്തൊന്ന് ഇട്ടിട്ട് നമ്മൾ അങ്ങ് എടുക്കും. ഓക്കെ, അതുപോലെ തന്നെ നല്ലപോലെ കുട്ടികൾക്ക് വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം. കുടിക്കാനും അവരുടെ ക്ലീനിങ് പർപ്പസിനും വേണ്ടുന്ന വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം. പിന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സസൈസ് സ്കൂളിൽ പഠിക്കാൻ മാത്രമല്ല കൊടുക്കേണ്ടത്, അതിന്റെ ഇൻ ബിറ്റ്വീൻ അവർക്ക് എക്സസൈസസ് അതിന് ഒരു പീരീഡ് ഉണ്ടായിരിക്കണം. PT പീരീഡ് എന്ന് പറയും, അല്ലെ? സ്റ്റഡി അവേഴ്സിന് ഇൻ ബിറ്റ്വീൻ അവർക്ക് അപ്രോപ്രിയേറ്റ് എക്സസൈസ് കൊടുക്കണം. ചിലപ്പോൾ ടീച്ചേഴ്സ് ക്ലാസ്സിൽ തന്നെ ചെറിയ ചെറിയ വാം അപ്പ് എക്സസൈസുകളൊക്കെ ചെയ്ത് കൊടുക്കും, അല്ലെ?
സ്റ്റുഡൻസിനെ കൂടുതൽ പവർഫുൾ ആക്കാനായിട്ട്. ഓക്കെ, ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം, കുട്ടികൾക്ക് അങ്ങോട്ട് ചെല്ലാനായിട്ട് ഇഷ്ടം തോന്നുന്ന രീതിയിൽ ഒരു വെൽക്കമിങ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം സ്കൂളിൽ ഉണ്ടാകുന്നത്. അത് കുട്ടികളുടെ വളർച്ചയ്ക്കും അവരുടെ ഡെവലപ്മെന്റ്, ശരീരത്തിന്റെ വളർച്ചയ്ക്കും മാനസിക വികാസത്തിന് ഡെവലപ്മെന്റിനും ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഹെൽത്ത് എഡ്യൂക്കേഷന്റെ എയിംസ് ആൻഡ് വാല്യൂസ് ആരോ ഒരാൾ വായിക്കാന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ നോക്കിയിട്ടത് ആരാന്ന് മനസ്സിലായില്ല. ഓക്കെ സർ, എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഫസ്റ്റ് പോയിന്റ് വായിക്കും, നമുക്കത് ഡിസ്കസ് ചെയ്യാം. Provide it is introducing the pupils and the teachers with the functioning of the body, the rules of health and hygiene, and the preventive measures for warding of disease. It is to be noticed of the pupils how bad habits, unhygiene way of living, addiction to smoking and liquor, and such as unhealthy practices result in wrong consequences. Betterment of human relationship, particularly from the standpoint of health. എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ എയിംസ് അല്ലെങ്കിൽ വാല്യൂസ് എന്തെല്ലാം വരും, കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ അതിന്റെ മെയിൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഹെൽത്തിനെയും ഹൈജീനിനെയും കുറിച്ചുള്ള നല്ല ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് അതാണ് ഇപ്പൊ സൂചി വായിച്ചത്. ഹെൽത്തിനെയും ഹൈജീനിനെയും കുറിച്ച് നല്ല ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. മെയിൻ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ കാണുന്നത് കേട്ടോ. അതായത് കുട്ടികൾക്കും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും വേണം അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് ഹൈജീനിനെ കുറിച്ചുള്ള അവയർനെസ്. പലപ്പോഴും പുറത്തു നിന്ന് നമ്മൾ റിസോഴ്സിനെ കൊണ്ടുവന്ന് ക്ലാസ് ഒക്കെ കൊടുക്കും. അതിപ്പോ ചിലപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളവർ തന്നെ ആയിരിക്കും. ഇപ്പൊ ടീച്ചർമാരും കുട്ടികളും ഒരുമിച്ചിരുന്ന അവയർനെസ് ക്ലാസ് അത് അവർ ഒരുമിച്ചായിരിക്കും അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ റൂൾസ്, പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ അസുഖങ്ങൾ ഇല്ലാതാക്കാൻ, വാർഡിങ് ഓഫ്, അതിനെ തുടച്ചു മാറ്റാനുള്ള രീതിയിൽ വേണ്ടുന്ന പ്രിവെന്റീവ് മെഷേഴ്സ് നമ്മൾ എന്തെല്ലാം എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ബാഡ് ഹാബിറ്റ്സിനെ പറ്റിയുള്ള നല്ലൊരു അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കണം. പിന്നെ അൺഹൈജീനിക് വേസിലുള്ള ജീവിക്കുന്നത്, അതിനെ കുറിച്ചൊക്കെ നല്ല അവയർനെസ് കൊടുക്കുക. ശരിക്കും നമ്മൾ ചെല്ലുന്നത് ചെറിയ കുട്ടികളുടെ അടുത്താണെങ്കിലും അവരുടെ ഏജിനനുസരിച്ച് ഈ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, അതുപോലെയുള്ള അൺഹെൽത്തി പ്രാക്ടീസസ്, അൺസോഷ്യബിൾ ആയിട്ടുള്ള ബിഹേവിയർ, അൺഹെൽത്തി ആയിട്ടുള്ള പ്രാക്ടീസസ്, അതൊക്കെ അതിന്റെയൊക്കെ റിസൾട്ട് വളരെ മോശമായിരിക്കും. ലൈഫും ഹെൽത്തും എല്ലാം നാശമാകും. അങ്ങനെയുള്ള രീതിയിലൊക്കെ അവർക്ക് അവയർനെസ് കൊടുക്കും. നല്ല മനുഷ്യബന്ധം, ഹ്യൂമൻ റിലേഷൻഷിപ്പിന് ഹെൽത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് നിന്ന് തന്നെ നമ്മൾ നോക്കണം. നല്ലൊരു ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഒക്കെ ആകും. ഇപ്പൊ ഡ്രിങ്ക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകും. നൈബേഴ്സ് ചിലപ്പോൾ അവരുമായിട്ടുള്ള കണക്ഷൻ തന്നെ ഒന്ന് അകലം പാലിക്കും. സൊസൈറ്റിയിൽ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഒരാളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും അതൊക്കെ റിലേഷൻഷിപ്പിനെയൊക്കെ ബാധിക്കും. ഒരു നല്ലൊരു മനുഷ്യബന്ധങ്ങൾ നല്ല രീതിയിൽ പോകാനായിട്ട് ഈ പറയുന്ന ഹെൽത്ത് ആൻഡ് ഹൈജീനിനെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ തന്നെ നോക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് ആരാ റെഡി ചെയ്യുക? ടു മെയിൻറ്റെയിൻ നോംസ് ഓഫ് ഗുഡ് ഫുഡ് ഹെൽത്ത്. ഞാൻ വായിക്കാം. Yes, To maintain norms of good food health, it helps the school authorities to keep certain principles of health in school. A number of programs of good health growth in the pupil, sufficient habits of hygiene, atmosphere such as cleanliness, etc. നല്ല രീതിയിലുള്ള ഗുഡ് ഫുഡ് ഹെൽത്ത് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അത് കറക്റ്റ് സമയത്ത് കഴിക്കുക, കറക്റ്റ് അളവിൽ കഴിക്കുക, അങ്ങനെയുള്ള രീതിയിൽ. സ്കൂൾ അതോറിറ്റീസ് പലപ്പോഴും സ്കൂളിൽ ഇത് സംബന്ധിച്ച് പല കാര്യങ്ങൾ, പലപ്പോഴും പാരന്റ്സ് മീറ്റിങ്ങിന് പോകുമ്പോൾ അവർ പറയും ഭക്ഷണം എങ്ങനെയുള്ളത് കൊടുത്തു വിടണം, കുട്ടിക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും കൊടുക്കുക എന്നുള്ള രീതിയിൽ. കുട്ടി എന്ത് കഴിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം, എത്ര കഴിക്കണം എന്ന് കുട്ടി തീരുമാനിച്ചോട്ടെ. കാരണം അതിന് വിശപ്പ് വയറ് നിറയുന്നവരെ അത് കഴിച്ചോളും എന്നുള്ള രീതിയിൽ. ഇത് നേരെ തിരിച്ചാണ്. എന്ത് കഴിക്കണം എന്ന് കുട്ടി അങ്ങ് തീരുമാനിക്കും, എത്ര കഴിക്കണം എന്ന് നമ്മളും അങ്ങ് തീരുമാനിക്കും. നമ്മൾ ഫോഴ്സ്ഫുള്ളി അവർക്ക് ഭക്ഷണം ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കും.
സ്കൂൾ അതോറിറ്റീസ് അങ്ങനെ ചിലപ്പോൾ ചില കണ്ടീഷൻസ് ഒക്കെ പറയും. ഞാനിങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ LKG-യിലായിരുന്ന സമയത്ത് ഞാൻ ചോറും കറികളൊക്കെ തന്നെയാട്ടോ ഉച്ചയ്ക്ക് കൊടുത്തു വിടുന്നത്. ഒരു ദിവസം എനിക്ക് പനിയായിട്ട് എനിക്ക് രാവിലെ വെക്കാൻ പറ്റിയില്ല. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറും ഉണ്ടായിരുന്നു. ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടു. അന്ന് വൈകിട്ട് സിസ്റ്റർ എന്നെ വിളിച്ചു, ഫോൺ ചെയ്തു. സിസ്റ്റർ ആയിരുന്നു ക്ലാസ് ടീച്ചർ. സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചോറ് കൊടുത്തു വിടണം, ലഞ്ചിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടരുത്. കാരണം അവർ ഒരു നേരമെങ്കിലും അവർ ചോറും കറികളും ഒക്കെ കഴിക്കട്ടെ. ഞങ്ങൾ പറയുമ്പോൾ കൊണ്ടുവരുന്നത് മുഴുവനും അവർ കഴിക്കും. ഒരു നേരം അവരത് കഴിച്ചോട്ടെ, പിന്നെ ബാക്കി സമയങ്ങളിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ കൊടുത്തു വിടുന്നേന്ന് പറഞ്ഞു. അതാ ചില സ്കൂളുകാർ അത് ശ്രദ്ധിക്കും, കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതും അവര് മുഴുവൻ കഴിക്കുന്നുണ്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിനൊക്കെ പോയപ്പോഴേക്കും അത് എല്ലാം ക്ലാസ്സിന്റെയും കൂടെ ജനറൽ മീറ്റിംഗ് ആയിരുന്നു. അപ്പൊ സിസ്റ്റർ പറയായിരുന്നു, ഒരു കുട്ടിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ, അത്രയും നിങ്ങൾ കൊടുത്തു വിടുക, അതിൽ കൂടുതലൊന്നും കൊടുക്കരുത്. പപ്പടം ഒന്നും കൊടുത്തു വിടരുതെന്ന് അവർ പറയും. തോരൻ, ഒരു കറി അങ്ങനെയൊക്കെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നോൺ കൊടുത്തു വിടുന്നതും അവർക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള പ്രോഗ്രാംസും ഫുഡ് ഫെസ്റ്റ് ഒക്കെ നടത്താറുണ്ടല്ലേ സ്കൂളുകാര്. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെ ഫെസ്റ്റും അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാറ്. ഹൈജീൻ അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ നല്ല ക്ലീൻലിനെസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ സ്കൂളിൽ നിന്നും അത് ചെയ്യാം. നമ്മൾ ഏതെങ്കിലും സ്കൂളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും സ്കൂളിൽ ജോലിയൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾക്ക് കണ്ടക്ട് ചെയ്യാം. നമുക്ക് അതിനെപ്പറ്റി നല്ലൊരു അവയർനെസ് ഉണ്ടെങ്കിൽ പാരന്റ്സിനും കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ നമ്മൾ പ്രോഗ്രാംസ് ഹെൽത്തി ഹാബിറ്റ്സിന്റെയും ഗുഡ് ഫുഡ് ഹെൽത്തിന്റെയും ഒക്കെ നല്ലൊരു പ്രോഗ്രാം, എത്രത്തോളം പ്രോട്ടീൻസ് ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്, എത്ര അയൺ, എത്ര കാൽസ്യം, ഇതെല്ലാം ഏതൊക്കെ ഫുഡ് ഐറ്റംസിൽ നിന്ന് കിട്ടും. പിന്നെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അതിന് വേണ്ടി എന്തൊക്കെ സപ്ലിമെന്റ്സ് എടുക്കാം, നോൺ വെജിറ്റേറിയൻ അങ്ങനെയൊക്കെ നിങ്ങൾക്കും വേണമെങ്കിൽ ക്ലാസ്സസ് എടുക്കാം. നമുക്ക് അതിനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൾ നമ്മളെ അതിനൊക്കെ അലോ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, മിക്കവാറും നിങ്ങൾ താമസിക്കുന്നതിനടുത്ത് അംഗൻവാടികൾ ഉണ്ടാവും അല്ലേ. അങ്ങനെ ക്ലാസ് ഒക്കെ എടുത്തൊന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അംഗൻവാടിയിലെ ടീച്ചറെ ഒന്ന് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സാണ് ചെയ്യുന്നത്, അപ്പൊ എനിക്ക് ഈ ഏരിയകളിലൊക്കെ ക്ലാസ് എടുക്കാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. അതായത് ഇപ്പോ ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കണം, ഹാൻഡ് വാഷിംഗ് ടെക്നിക്സിനെ കുറിച്ച് ക്ലാസ് എടുക്കണം, അമ്മമാരെയും കൂടെ ചേർത്തിട്ട് നല്ല ബാലൻസ്ഡ് ഡയറ്റ് കുട്ടികൾക്ക് കൊടുക്കേണ്ട രീതികളെ കുറിച്ചുള്ള ക്ലാസ് എടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ് ഒക്കെ റെഡിയാക്കി, ചാർട്ടാണെങ്കിൽ ചാർട്ട്, പ്ലക്കാർഡ്സ് ആണെങ്കിൽ പ്ലക്കാർഡ്സ് ഒക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് ചെന്ന് ചോദിക്കാം. ഒരു സർവീസ് പോലെ കേട്ടോ, കാരണം അവർക്ക് തരാൻ ഫണ്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുട്ടികളെയും ഒബ്സർവ് ചെയ്യാം, നല്ലൊരു അവയർനെസ് അവർക്ക് കൊടുക്കുകയും ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുമാണ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് പോയിന്റ് ആരാ റീഡ് ചെയ്യാൻ? 2-3 പേര് ഒരുമിച്ച് വരുന്നുണ്ടായിരുന്നു. ആരായിരുന്നു? ഹസ്ബൻഡ് ഇപ്പൊ വായിച്ചു. ഞാൻ വായിക്കാം. ഓക്കെ. To make a precautionary and preventive measure, it aims to take a good precaution against pollution and the spread of diseases. So good hygiene arrangements are made. Urinal and toilet are kept clean. Sweeping is done daily, and the rooms and furniture are kept neat and tidy. The edibles into that shop are saved from fires. ഓക്കെ, അത് പറഞ്ഞപ്പോ ഞാൻ 2 കറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിട്ടുപോയി. അതായത് ആ സെന്റൻസ് എൻഡ് ചെയ്യുന്നത് സേവ്ഡ് ഫ്രം ഫ്ലൈസ് ആണ്. ഈച്ച, FLIES എന്നാക്കുക. ഓട്ടോ കറക്ഷൻ അങ്ങനെ തിരിഞ്ഞു പോയതാ. ഈച്ചയാണ് ഫ്ലൈസ്. പിന്നെ ടക്ക് ഷോപ്പ് എന്നുള്ളത് ക്യാൻഡി സ്റ്റോർ ആണ്. അതായത് ചില സ്കൂളുകളിൽ ചെറിയൊരു സ്റ്റോർ പോലെ ഉണ്ടാവില്ലേ, അവിടെ നമുക്ക് ക്യാൻഡീസും ചെറിയ സ്നാക്സും ഒക്കെ കിട്ടും, കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കിട്ടുന്ന ചെറിയൊരു ഷോപ്പ്, ക്യാൻഡി സ്റ്റോർ പോലെ. അതാണ് ടക്ക് ഷോപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റേത് ഫ്ലൈസ് ആണ്, ഈച്ച. ടു മേക്ക് പ്രിക്വേഷണറി ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ്, നമ്മൾ അസുഖം വരാതെ നോക്കും, നല്ലപോലെ ശ്രദ്ധിക്കും അല്ലെ. അസുഖങ്ങൾ വരാതെ നമ്മൾ പല കാര്യങ്ങളും നല്ല ഹെൽത്തി ആയിട്ട് നല്ല വൃത്തിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കും. നല്ല പ്രിക്വേഷൻസ് നമ്മൾ എടുക്കണം, കാരണം നമ്മളുടെ എയർ പൊള്യൂട്ടഡ് ആണ്, വാട്ടർ പൊള്യൂട്ടഡ് ആണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മളത് നല്ലതായിട്ട് ശ്രദ്ധിക്കും. പിന്നെ ഡസ്റ്റ്, നമുക്ക് നല്ലതുപോലെ ഡസ്റ്റ് വരുന്ന ഒരു ക്ലൈമറ്റ് തന്നെയാണ്. അതൊക്കെ പലപ്പോഴും ഡിസീസസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് കാരണമാകും. അപ്പൊ നല്ല ഹൈജീൻ അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തണം.
നമ്മൾ യൂസ് ചെയ്യുന്ന യൂറിനൽസും ടോയ്ലറ്റ്സും എല്ലാം നല്ലപോലെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് വെക്കണം. എപ്പോഴും തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടുക. റൂംസും ഫർണിച്ചറും എല്ലാം നല്ല നീറ്റാക്കി വെക്കുക. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നല്ലപോലെ അതൊക്കെ വൃത്തിയാക്കി വെക്കുക. പിന്നെ ചെറിയ ടക്ക് ഷോപ്പ്, ക്യാൻഡി സ്റ്റോർ ഉണ്ടെങ്കിൽ അവിടെ എഡിബിൾസ്, കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ ഗ്ലാസിന്റെ ഇതായിരിക്കും. നല്ലപോലെ ഗ്ലാസ് ഒക്കെ ക്ലോസ് ചെയ്ത് അത് ഏച്ചിയൊന്നും കയറാത്ത രീതിയിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ആ ഗ്ലാസ് കൂടിനകത്തൊക്കെ തന്നെ വെക്കുക. ടക്ക് ഷോപ്പിലെ അല്ലെങ്കിൽ ക്യാൻഡി സ്റ്റോറിലെ എഡിബിൾസ്, കഴിക്കുന്ന സാധനങ്ങൾ. അപ്പൊ നമ്മൾ പ്രിക്വേഷൻസ് എടുത്തു, പ്രിവെന്റീവ് മെത്തേഡ് എടുത്തു, അസുഖം വരാതെ നോക്കി, കുറെ ട്രൈ ചെയ്തു. പക്ഷെ എന്നിട്ടും നമുക്ക് അസുഖങ്ങൾ വരുന്നുണ്ട് അല്ലെ? അതിനുള്ള റെമഡി, അതിനുള്ള ക്യൂറേറ്റീവ് മെഷേഴ്സ് എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ്. അത് ആരാ റീഡ് ചെയ്യാൻ? മെറിലി കുറെ നേരം കൊണ്ട് വായിക്കാൻ നോക്കുമായിരുന്നു, പറയണ്ടായിരുന്നു. നെക്സ്റ്റ് ആരാ റീഡ് ചെയ്യുന്നേ? വായിച്ചു കേട്ടോ. ടു ടേക്ക് ക്യൂറേറ്റീവ് മെഷേഴ്സ്. To take corrective measures. Corrective actions against disease is also taken. A medical checkup is made and deformities, injuries and diseases are detected and remedial measures are suggested. A good number of people suffer from myopia and eye examination discovers the extent of short sightedness. If glasses are not used in time, myopia will increase rapidly. Some people have poor quality teeth. If they suffer from myopia, immediate medical treatment is needed. സോ ടു ടേക്ക് ക്യൂറേറ്റീവ് മെഷേഴ്സ്. നമുക്കറിയാം കുട്ടികളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഷോർട്ട് സൈറ്റ്, മയോപ്പിയ, ആ ഒരു രീതിയിലുള്ള ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അതിന് സ്കൂളുകളിൽ ചിലപ്പോൾ മെഡിക്കൽ ചെക്കപ്പ് നടത്തും. കൂടുതലും നടത്തുന്നത് ഓറൽ ഹൈജീനും പിന്നെ വിഷന്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പല കുട്ടികൾക്കും കണ്ണിന് പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാകുന്നത് ചിലപ്പോൾ സ്കൂളിൽ നടത്തുന്ന ഐ ചെക്കപ്പ് കൊണ്ടായിരിക്കും പലപ്പോഴും മനസ്സിലാകുന്നത്. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം, ഇതെല്ലാം ഇങ്ങനെയുള്ള ചെക്കപ്പ് നടത്തി അതിന് എന്തെങ്കിലും പരിഹാരമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് എടുക്കണം. പലപ്പോഴും കുട്ടികൾ സഫർ ചെയ്യുന്നത് ഈ ഷോർട്ട് സൈറ്റ്, ആ ഒരു പ്രോബ്ലമാണ്. അപ്പൊ ഈ എക്സാമിനേഷൻ പലപ്പോഴും ഈ ഷോർട്ട് സൈറ്റ്നെസ് മനസ്സിലാക്കുന്നു മിക്ക കുട്ടികളിലും. അപ്പോൾ ചില കുട്ടികൾക്ക് എക്സസൈസിലൂടെ അത് മാറും. ചില കുട്ടികൾക്ക് കുറച്ചു കാലം ഗ്ലാസ് യൂസ് ചെയ്യേണ്ടി വരും. ഗ്ലാസ് കറക്റ്റ് സമയത്ത് യൂസ് ചെയ്തില്ലെങ്കിൽ അത് പ്രോഗ്രസീവ് ആവും, അത് ഇൻക്രീസ് ആവും, കൂടും. പിന്നെ ലൈഫ് ലോങ് ഗ്ലാസ് തന്നെ വെക്കേണ്ട ആ ഒരു രീതിയിലേക്കൊക്കെ പോകും. പിന്നെ കുട്ടികളിൽ കാണുന്നതാണ് പല്ലിന്റെ ഹെൽത്ത്. അത് നല്ലപോലെ മധുരം കഴിക്കുന്നു, വാ ശരിയായിട്ട് കഴുകുന്നില്ല, പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യാതെയൊക്കെ വരുമ്പോൾ അവർക്ക് പയോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോണപഴുപ്പ് നമ്മൾ പറയില്ലേ, പിന്നെ പസ് വരുന്നത്, ഈ ഗംസിൽ നിന്ന് പസ് വരുന്നതും ബ്ലഡ് വരുന്നതും, അതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളതാണ്. അപ്പോൾ പ്യുവർ ഡെന്റൽ ഓറൽ ഹൈജീൻ കൊണ്ട് സംഭവിക്കുന്നതാണ് ഇതുപോലുള്ള മോണപഴുപ്പ്, അങ്ങനെ പല്ലിന് കേട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അതൊക്കെ കറക്റ്റ് നല്ലൊരു അവയർനെസ് അവർക്ക് കൊടുക്കണം. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് കറക്റ്റ് ട്രീറ്റ്മെന്റും എടുക്കണം. ടു ടേക്ക് ക്യൂറേറ്റീവ് മെഷേഴ്സ്, കറക്റ്റ് റെമഡി എടുക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ഞാൻ വായിക്കാം. To develop the promote mental and emotional health. Mental and emotional health is always evenly necessary in the school health program. While physical health made in public physical fit. Mental and emotional health always aim to maintain in even temper and happy diplomat. ഓക്കെ, നമ്മൾ പറഞ്ഞു ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല, നമുക്ക് സന്തോഷവും സമാധാനവും വേണം. മനസ്സിന്റെ ആരോഗ്യം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്, നമുക്ക് ഇമോഷൻസ് വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ദേഷ്യം, സങ്കടം, അങ്ങനെയൊക്കെ സ്ട്രെസ് ഒക്കെ വരുമ്പോൾ അതിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് വളരെ അത്യാവശ്യമാണ് സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാംസിൽ. ഫിസിക്കൽ ഹെൽത്ത് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ഒക്കെ ആക്കും. പക്ഷെ മെന്റൽ ഇമോഷണൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മളുടെ ടെമ്പർ, ആങ്കർ, ദേഷ്യം വരുമ്പോൾ
ദേഷ്യം വരുമ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാനും, അതുപോലെ തന്നെ ഒരു യൂഷ്വൽ മൂഡ്, ഹാപ്പി ഡിസ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ യൂഷ്വൽ മൂഡ്, ഒരു നോർമൽ ആയിട്ടുള്ള നമ്മളുടെ ഒരു മൂഡിലേക്ക് നമ്മളെ കൊണ്ടുപോകാനും ഒക്കെ നമ്മളുടെ ഇമോഷണൽ അത് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ദേഷ്യം വരുമ്പോഴേക്കും നമ്മളതിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നു. നമ്മൾ നോർമലി നല്ല ഒരു യൂഷ്വൽ മൂഡിൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും. അതാണ് മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക, അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. ശരീരത്തിന്റെ ആരോഗ്യം മാത്രം പോരാ, മനസ്സിന്റെ ആരോഗ്യവും പ്രധാനം തന്നെ. നെക്സ്റ്റ്, ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് സിവിക് റെസ്പോൺസിബിലിറ്റി എമംഗ് പീപ്പിൾ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി. ആരാ റീഡ് ചെയ്യുക? ഞാൻ വായിക്കാം. It has become today's necessity to develop a sense of civic responsibility in our students. They generally fall in their duty to help their fellow students in particular and other persons in general. They do not come to the assistance of others in time of need and help their suffering. So one of the objectives of health education is to develop a sense of civic responsibility. Through health education, pupils are to be made aware of social crimes like spitting anywhere, sneezing and coughing on the faces of others. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെ, സിവിക് റെസ്പോൺസിബിലിറ്റി. നമ്മൾ ജീവിക്കുന്നത് ഒരു സൊസൈറ്റിയിലാണ്. നമ്മളൊരു ഇൻഡിവിജ്വൽ ആണെങ്കിലും നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയോട് നമുക്ക് ചില കടമകളും കടപ്പാടും ഉണ്ടല്ലേ, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്. മദർ നേച്ചർ, നമ്മൾ അല്ലാതെ കുറച്ചൊന്ന് ഫിലോസഫിക്കൽ ആയിട്ട് പറയുവാണെങ്കിൽ മദർ നേച്ചർ, നമ്മൾ കുറേ കാര്യങ്ങൾ ഈ നേച്ചറിൽ നിന്നും നമുക്ക് ജീവിക്കാൻ വേണ്ടി എടുക്കും. വീട് വെക്കാൻ സ്ഥലം എടുക്കും, എന്താ പറയാ, നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം കൃഷി ചെയ്തുണ്ടാക്കുന്നു, അത് നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, കിണർ കുഴിക്കുന്നു, അങ്ങനെ എന്തൊക്കെ നമ്മൾക്ക് ഫെസിലിറ്റീസ് ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ ഈ നേച്ചറിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ തിരിച്ചും അങ്ങോട്ട് കൊടുക്കേണ്ടതുണ്ടല്ലേ. അതാണ് ഇവിടെ പറയുന്ന ഒരു സിവിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് കുട്ടികളിൽ ആ ഒരു സെൻസ് ഡെവലപ്പ് ചെയ്യണം. കുട്ടികൾക്ക് അവരെ സംബന്ധിച്ച് അവരൊരു വീട്ടിൽ നിന്ന് വരുന്നത് ചിലപ്പോൾ ഒറ്റ കുട്ടിയായിരിക്കാം, ചിലപ്പോൾ 2 പേരുണ്ടാവും, 3 പേരുണ്ടാവും, 4 പേരുണ്ടാവും, വട്ടോ. പക്ഷെ അങ്ങനെ ഒരു അവർ കാണുന്ന ഒരു ലോകം ചെറുതാണ്. അവിടെ അവർക്ക് എല്ലാ ഫെസിലിറ്റി ഉണ്ടാവും, അവരുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ നടക്കുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ഒരു വിഭാഗം പുറത്ത് ജീവിക്കുന്നുണ്ട്. ആ ഒരു സെൻസ് അവരിൽ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അവർക്ക് മറ്റുള്ളവരോട് ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ അവരോടൊരു എമ്പതി ഫീൽ ചെയ്യാം. എനിക്ക് അവനെ കൊണ്ട് പറ്റുന്നത് ഇവർക്ക് ചെയ്തു കൊടുക്കണം, ആ ഒരു രീതിയിലൊക്കെ തോന്നുവരും. അതുകൊണ്ടാണ് സ്കൂളുകളിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കുട്ടികളെ ഇൻവോൾവ് ആക്കുന്നത്. മോനൊക്കെ പഠിക്കുന്ന സ്കൂളിൽ ഫുഡ് ഫെസ്റ്റിന് പകരം അവർ ചെയ്തത് വീട്ടിൽ നിന്നും പൊതിച്ചോറ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഇതുപോലെയുള്ള ഓൾഡ് ഏജ് ഹോം, പിന്നെ കുറച്ച് മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള അവരെ കുട്ടികൾ താമസിക്കുന്ന, അവര് കുറച്ച് ഏജ്ഡ് ആവുമ്പോഴേക്കും ഇവരെ നോക്കാനൊന്നും ആരും ഉണ്ടാവില്ല. ചിലപ്പോ പാരന്റ്സ് ഒക്കെ ചിലപ്പോ ഇല്ലാത്ത, അങ്ങനെ അനാഥരായി പോയ കുട്ടികൾ ഉണ്ടാവും ചില ഇടങ്ങളിൽ. അപ്പൊ അവരെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ഷെൽട്ടർ ഹോം പോലെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഇവർ പോയി ഈ പൊതിച്ചോറ് കൊണ്ടുപോയി അവര് തന്നെ അവർക്ക് മുന്നിൽ പൊതിച്ചോറ് തുറന്നൊക്കെ വെച്ചു കൊടുത്തു. അവർക്ക് വേണ്ടിയിട്ട് പാട്ടും ഡാൻസും പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിച്ചു. അവരുടെ കൂടെ ഇതുപോലെ ഡാൻസും പാട്ടൊക്കെ ചെയ്യുന്ന ഒരു കുട്ടികളോട് കൂടെ ചേർന്ന് അങ്ങനെ പ്രോഗ്രാം ഒക്കെ അവതരിപ്പിച്ചു. അങ്ങനെ നല്ലൊരു ദിവസം അവർക്ക് കൊടുത്തിട്ട്, നിമിഷങ്ങൾ കൊടുത്തിട്ടാണ് വന്നത്. അപ്പൊ കുട്ടികളിലും അത് ഫീൽ ചെയ്തതിന്റെ ആയിട്ടുള്ള ഒരു വ്യത്യാസങ്ങൾ അവരുടെ മനസ്സിൽ ഉണ്ടായി. അങ്ങനെ ആവുമ്പോ പിന്നെ സഫർ ചെയ്യുന്നവരെ കാണുമ്പോൾ അവരെ സഹായിക്കണം, എനിക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, ആ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി ഒക്കെ അവർക്ക് വരും. അതുപോലെ പിന്നെ സോഷ്യൽ ക്രൈംസ്, അങ്ങനെ അൺസോഷ്യബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് അവിടെ എവിടെയൊക്കെ തുപ്പുക പുറത്ത്, പിന്നെ നമ്മൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും അത് മറച്ചു വെച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അത് വേറൊരാളുടെ മുഖത്തേക്ക് ചെയ്യുന്നത് ഒരു ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലെ എനിക്ക്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അവർക്ക് അവയർനെസ് കൊടുക്കുക. ഇനി സ്കൂളിനകത്തും പുറത്തും ഈ ഹെൽത്ത് ആൻഡ് ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത്, നമ്മൾ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു, ഇപ്പൊ സ്കൂളാണെങ്കിൽ എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു, സൊസൈറ്റിയിലെ വീട്ടില് എന്തെല്ലാം കാര്യങ്ങൾ ഒരു കുട്ടിക്ക് കിട്ടുന്നു ഹെൽത്ത് ആൻഡ് ഹൈജീൻ റിലേറ്റഡ്, അതൊക്കെയാണ് നെക്സ്റ്റ് വരുന്നത്.
സോ ആരോ ഒരാളും കൂടെ വായിക്കാന്ന് പറഞ്ഞു. ഇൻസൈഡ് സ്കൂൾ വായിച്ചോളൂ. ഞാൻ വായിക്കാം മാം. Inside the school. A school has to arrange activities in following areas and in manners given below. The school should be given situated in a place with a healthy atmosphere, regular health inspections and the maintenance of health records of students. The health of local authorities may also be utilized from health programs in school. Provide first aid for the essentials. It should be take care of that students are getting clean and healthy food and drink which are more natural. സോ ഇൻസൈഡ് ദ സ്കൂൾ, സ്കൂളിൽ പല കാര്യങ്ങളും അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലേ. കാരണം കുട്ടികളുടെ ഹെൽത്തിനെയും ഹൈജീനെയും അവരുടെ ഗ്രോത്ത് ഡെവലപ്മെന്റ് ഇതിനെയെല്ലാം നെഗറ്റീവായി ബാധിക്കുന്ന ഒരു കാര്യം സ്കൂളിൽ ഉണ്ടാകരുത്. അതിനനുസരിച്ച് അവർ നല്ല പോലെ തന്നെ ശ്രദ്ധിക്കണം. സ്കൂളിരിക്കുന്ന ഒരു സ്ഥലം നല്ലൊരു ഹെൽത്തി അറ്റ്മോസ്ഫിയറിലായിരിക്കും സ്കൂൾ ഇരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം പല സ്കൂളുകളും അങ്ങനെ സിറ്റിയുടെ നടുക്കൊന്നും കൊണ്ടൊന്നും ആരും സ്കൂൾ വെക്കില്ല. കുറച്ച് ബഹളങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് അങ്ങനെയൊക്കെയാണ് സ്കൂളുകൾ വരുന്നത്. റോഡ് സൈഡിൽ തന്നെ അങ്ങനെയൊന്നും കാണില്ല, കുറച്ചൊന്നും മാറിയിട്ടായിരിക്കും വരുന്നത്. പിന്നെ റെഗുലർ ഹെൽത്ത് ഇൻസ്പെക്ഷനും അതുപോലെ തന്നെ ഹെൽത്ത് റെക്കോർഡ്സിന്റെ മെയിൻ്റനൻസും ഒക്കെ സ്കൂളുകളിലും കുട്ടികളുടെ ഒരു ഹെൽത്ത് റെക്കോർഡ് ഉണ്ടായിരിക്കും. അവരൊരു ഫോം തരും, അതിൽ നമ്മൾ ഒരു ഡേറ്റാബേസ് പോലെ അവർ സൂക്ഷിക്കും. നമ്മൾ കുറെ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. കുട്ടിയുടെ ഹൈറ്റ്, വെയിറ്റ്, ബ്ലഡ് ഗ്രൂപ്പ്, എന്തെങ്കിലും അലർജി ഉണ്ടോ, എന്തെങ്കിലും മെഡിസിൻസ് സ്ഥിരമായി കഴിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കുറെ ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. എല്ലാ അക്കാദമിക് ഇയറും അവർ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളുടെ പാരന്റ്സ് ഡേയിൽ അവർ ഫോം കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവർ ഫില്ല് ചെയ്ത് കൊടുക്കുമല്ലോ. പിന്നെ ലോക്കൽ അതോറിറ്റീസിന്റെ ഹെൽപ്പോട് കൂടി പല ഹെൽത്ത് പ്രോഗ്രാംസും സ്കൂളിൽ കണ്ടക്ട് ചെയ്യാം. പ്രത്യേകിച്ചും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയൊക്കെയുള്ള ലോക്കൽ അതോറിറ്റീസുമായിട്ട് കണക്ട് ചെയ്തിട്ട് പല ഹെൽത്ത് പ്രോഗ്രാംസും സ്കൂളിൽ കണ്ടക്ട് ചെയ്യാം. പിന്നെ ആവശ്യം വരുമ്പോൾ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ചില സ്കൂളിലൊക്കെ നഴ്സിംഗ് അസിസ്റ്റന്റും ഉണ്ടാവും. വലിയ വലിയ സ്കൂളുകളിലൊക്കെ കുറെ അധികം കുട്ടികളുള്ളിടത്ത് ചിലപ്പോൾ ഡോക്ടർ, റെസിഡന്റ്, അങ്ങനത്തെ ബോർഡിംഗ് പോലത്തെ സ്കൂളുകളിൽ അവരുടെ തന്നെ ഡോക്ടർ ഉണ്ടാകും. അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യുന്ന ഡോക്ടറെങ്കിലും അറ്റ്ലീസ്റ്റ് കാണും. അല്ലെങ്കിൽ ഒരു നേഴ്സ് അവിടുത്തെ സ്റ്റാഫായിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, കുട്ടികൾക്ക് നല്ല ക്ലീൻ ആൻഡ് ഹെൽത്തി ഫുഡ്, അതുപോലെ തന്നെ വാട്ടർ, ഡ്രിങ്ക്സ്, അത് നാച്ചുറൽ ആയിട്ടുള്ള കുടിക്കാനും കഴിക്കാനുള്ളത് നാച്ചുറൽ ആയിട്ടുള്ളത് കുട്ടികൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ചില സ്കൂളുകള് നൂൺ മീൽസ് പ്രൊവൈഡ് ചെയ്യും അല്ലെ, ഉച്ചഭക്ഷണം. അപ്പം ഇവിടെ അടുത്ത് ഒരു കുട്ടി സ്കൂളിൽ പോകുന്നതിനോട് ഞാൻ ചോദിച്ചു, ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്നാണോ കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോവാണ്. ഞാൻ ചോദിച്ചു അതെന്ത് പറ്റിയെന്ന് വെച്ചാൽ പറയാം, ഭയങ്കര ഒരു ചീത്ത മണമാണെന്ന് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണത്തിന്. മേ ബി അവരത് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്യാത്തായിരിക്കാം, മോശം സാധനങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഞാൻ പഠിച്ച സ്കൂള്, ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. ആ സ്കൂളില് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് കഞ്ഞിയും പയറും, പിന്നെ അത് മാറ്റി പിടിക്കണം എന്ന് പറഞ്ഞിട്ട് പയറിന് പകരം കടല, പ്രോട്ടീൻ കൊടുക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് അന്ന് ഗവൺമെന്റ് അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പൊ കുട്ടികൾക്ക് കഞ്ഞിക്ക് പകരം ഒരു ചോറാണ്. കിട്ടുന്ന ഫണ്ടും ടീച്ചേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ അവിടെ തൊട്ടടുത്തുള്ള പച്ചക്കറി കടയിൽ നിന്ന് അവര് എല്ലാ ആഴ്ചയിലോ അതോ മാസത്തിലോ പച്ചക്കറി കിറ്റ് അവർ കൊണ്ട് കൊടുക്കും സ്കൂളിൽ ഫ്രീ ആയിട്ട്. 150ഓളം കുട്ടികളെ ഉള്ളൂ 5ാം ക്ലാസ് തുടങ്ങി 10ാം ക്ലാസ് വരെ. അത്രയും കുട്ടികൾക്ക് സാധാരണ 8ാം ക്ലാസ് വരെയും കണ്ടാന്ന് തോന്നുന്നു നൂൺ മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ പിന്നെ 9ലും 10ലും വളരെ കുറച്ച് കുട്ടികളായത് കാരണം ടീച്ചേഴ്സും കയ്യിൽ നിന്ന് കാശെടുക്കും. ലോക്കൽ ആൾക്കാര് കുറെ കാര്യങ്ങൾ സ്പോൺസർ ചെയ്യും. അങ്ങനെയൊക്കെ മാസത്തിലൊരിക്കൽ അവർക്ക് ചോറും ചിക്കൻ കറിയും പ്രൊവൈഡ് ചെയ്യുന്നു. ആ ചിക്കൻ ആരെങ്കിലും ഇതുപോലെ സ്പോൺസർ ചെയ്യും. അങ്ങനെയൊക്കെ നല്ല നീറ്റായിട്ടാണ് അവിടെ എല്ലാം കുക്ക് ചെയ്യുന്നത്, നല്ല വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്നതിന് മുമ്പ് എന്റെ സീനിയർ ആയിട്ടുണ്ടായിരുന്ന ഒരു ചേച്ചിയാണ് അവിടെ കുക്ക് ചെയ്യാൻ വരുന്നത്. അപ്പൊ സ്കൂളുമായിട്ട് അത്രയും ആത്മബന്ധമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടും അവർ ചെയ്യുന്ന ജോലി അവർ നന്നായി ചെയ്യുന്നതുകൊണ്ടായിരിക്കാം കുട്ടികൾക്ക് നല്ല ഹൈജീനായിട്ട് നല്ല കിച്ചണൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല രസം തോന്നും. നമ്മൾ കാല് കഴുകി അതിനകത്ത് കയറും. അതുപോലത്തെ തന്നെ നീറ്റായിട്ട് വെച്ചിരിക്കുന്ന ഒരു കിച്ചണും പാത്രങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് അവരൊറ്റയ്ക്ക് അതെല്ലാം ചെയ്യുന്നത്. കുട്ടികൾ വന്ന് ഹെൽപ്പ് ചെയ്യും, വിളിച്ചിട്ടൊന്നുമല്ല, കുട്ടികളായിട്ട് വന്ന് ഹെൽപ്പ് ചെയ്യും. കാരണം അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളാണല്ലോ. അങ്ങനെ ഓരോ സ്കൂളിലും അത് വ്യത്യാസമുണ്ട്. തൊട്ടടുത്ത വീട്ടിലെ കുട്ടി പറയുകയായിരുന്നു ഭയങ്കര മോശം ചീത്ത ഒരു മണമാണ്,
അത് കാരണം ഞാൻ കഴിക്കാറില്ല, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന കൊച്ചു എന്നോട് പറഞ്ഞു. ഇനി ഔട്ട്സൈഡ് ദ സ്കൂൾ, സ്കൂളിന് പുറത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്, ജീവിക്കുന്ന സറൗണ്ടിങ്സ് അല്ലെ? അതാരാ വായിക്കുക? ഞാൻ വായിക്കാം മിസ്. Outside the school, standard of living. If the standard of living of the society is high, the health and hygiene of the people can be untouched. It should be the cooperation of the society and the government to raise the standard of living of the people. Sanitation and hygiene. Sanitation and hygiene of the city or village is very important. If the city is dirty and the premise of the school is not cleaned, children cannot escape falling prey to disease. Food and cloth. Food provided to children should be healthy and clothes they put on should be neat and clean. Such children remain healthy at school. Clothes should be neither too tight nor too loose. House. The location and the plan of the house have a good role in keeping the health of the people in good ventilation and sunlight is necessary. Atmosphere should be neat and free from unhealthy condition. Interior. The interior should be kept neat and clean for the children to be free from unhealthy situations. ഓക്കെ, ഔട്ട്സൈഡ് ദ സ്കൂൾ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നമ്മൾ വലിയ സ്റ്റാറ്റസ്, ക്യാഷ് അതല്ലാട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മള് ഒരു കൊച്ചു വീടാണെങ്കിലും നമ്മളത് നല്ല നീറ്റ് ആയിട്ട് വൃത്തിയാക്കി അതങ്ങനെ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്നത്. അപ്പൊ ഒരു സൊസൈറ്റിയിലുള്ള ആളുകളെല്ലാം, ഓരോ ഫാമിലി ഇങ്ങനെ നല്ലൊരു സ്റ്റാൻഡേർഡിൽ ജീവിക്കുവാണെങ്കിൽ ആ സൊസൈറ്റി ആ സൊസൈറ്റി മുഴുവനും നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിരിക്കും അല്ലെ? പക്ഷെ അങ്ങനെ ഒരു സൊസൈറ്റിക്ക്, ഒരു റെസിഡൻസ് അസോസിയേഷൻ, കുറെ വീടുകൾ ചേർന്ന ഒരു ടൗൺഷിപ്പ് പോലെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി പോലെയുള്ളതാണെങ്കിൽ അവർക്ക് അങ്ങനെ എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അതോറിറ്റീസിന്റെ, ഗവൺമെന്റിന്റെ, കോർപ്പറേഷന്റെ എല്ലാവരുടെയും സഹകരണം വേണം അല്ലെ? വേസ്റ്റ് മാനേജ്മെന്റ്. നമുക്ക് കുറെ സ്ഥലമുള്ള വീടാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ് ഒക്കെ നമുക്ക് വീട്ടില് ഇടാം, വളമാക്കാം, ചെടിക്കിടാം, അങ്ങനെയൊക്കെ ചെയ്യാം. പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ ഇപ്പൊ ഹരിതകർമ്മസേന വരുന്നുണ്ട്. അങ്ങനെ ഇതുപോലെ വേസ്റ്റ് കളയാൻ സ്ഥലമില്ലാത്തതാണെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു ഓപ്ഷൻ, അത് കളക്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ്, മറ്റ് അതോറിറ്റീസ്, ലോക്കൽ അതോറിറ്റീസ്, കോർപ്പറേഷൻ ആണെങ്കിൽ അത്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ, പഞ്ചായത്ത് ആണെങ്കിൽ അവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയർത്താനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ വളരെ മോശമായ ഒരു ജീവിത സാഹചര്യമായിരിക്കും. സാനിറ്റേഷൻ, ഈ വാക്ക് നമ്മൾ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടിരിക്കണേ അല്ലെ? സാനിറ്റേഷൻ എന്ന് പറയുന്നത് അത്രയും ഇങ്ങനെ ആ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാള് ഒരിടത്ത് വന്നു അല്ലെങ്കിൽ അയാൾ ഡെത്തായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഭാഗം അല്ലെങ്കിൽ അയാളൊരു മാളിൽ വന്നിരുന്നു എന്ന് അവിടെ സാനിറ്റൈസ് ചെയ്യുന്നു, ആൾക്കാരെ എല്ലാം ഇവാക്യുവേറ്റ് ചെയ്ത് അവിടെ മുഴുവൻ സാനിറ്റേഷൻ, അങ്ങനെയൊക്കെ നമ്മൾ കുറെ കണ്ടതാണ്. പക്ഷെ സാനിറ്റൈസ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ഈവൻ കോവിഡിന് മുമ്പ് മോളുണ്ടായ സമയം തുടങ്ങി ഞാൻ എന്റെ ബാഗിൽ ഒരു സാനിറ്റൈസർ സൂക്ഷിക്കുന്നു. 19 വയസ്സായി, അന്ന് തുടങ്ങിയ സാനിറ്റൈസർ ഞാൻ എന്റെ ബാഗിൽ വെക്കും. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ചെറിയ സാനിറ്റൈസർ വാങ്ങിച്ചിട്ട് അത് ഇവർക്ക് കൊടുത്തു വിടും. കാരണം ഞാൻ വെജിറ്റേറിയൻ ആണ് കൊടുത്തു വിട്ടുന്നത്, പക്ഷെ കുട്ടികൾ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നൊക്കെ കഴിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൈ ഇവര് ശരിക്കും അവിടെ കഴുകാനായിട്ട് ഇതുണ്ടാവില്ല. അപ്പൊ ഞാൻ പറയും കൈ കഴുകിയിട്ട് നിങ്ങൾ വന്ന് സാനിറ്റൈസർ വരട്ടണം എന്ന് പറയും. അല്ലെങ്കിൽ ആ ഒരു എണ്ണമയും സ്മെല്ലും ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ അവരുടെ കയ്യിലും കൊടുത്തു വിടുമായിരുന്നു. ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു വിടും. അങ്ങനെ കോവിഡ് ആയപ്പോഴേക്കും ഇതിന്റെ ഭയങ്കര പോപ്പുലർ ആയതുപോലെ ആയില്ലേ സാനിറ്റൈസർ എന്ന് പറയുന്ന സാധനം. ഞാൻ ഇപ്പോഴും സാനിറ്റൈസർ യൂസ് ചെയ്യണം എന്തിനാണെന്നറിയോ? നമ്മുടെ ഗ്ലാസ് ഒക്കെ തുടയ്ക്കാൻ, മുഖം നോക്കുന്ന ഗ്ലാസ് ഒക്കെ ഉണ്ടാവുമല്ലോ വാഷ് ബേസിന്റെ, അത് തുടയ്ക്കാൻ നല്ല ക്ലീൻ ആവും. പിന്നെ അതുപോലെ ഈ ഗ്ലാസ് ടോപ്പ് ബർണർ ഉണ്ടല്ലോ നമ്മുടെ ഗ്യാസിന്റെ, അത് തുടച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും, അതായത് ഇപ്പൊ ചിലപ്പോ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്ത് അത് പുറത്തേക്ക് വീണ് ഉണങ്ങി പിടിച്ചെങ്ങാനും ഇരിക്കുന്നുണ്ട്, നമുക്ക് ആ സമയത്ത് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് തുടച്ചാൽ പെട്ടെന്ന് അത് പോകും. ഗ്ലാസ്സിന് വല്ല പ്രശ്നം പറ്റുമോ? അങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നുന്നു, കാരണം നമ്മൾ കയ്യിൽ ഉപയോഗിക്കുന്ന സാധനമല്ലേ, അങ്ങനെ പ്രശ്നം പറ്റില്ലായിരിക്കും. പിന്നെ ഡൈനിങ് ടേബിൾ ഗ്ലാസ് ആണെങ്കിൽ അത് തുടയ്ക്കാൻ, അപ്പൊ ഒരു
ഫ്രഷ് മണമായിരിക്കും നമ്മുടെ വീടിനകത്ത്. അതൊക്കെ തുടയ്ക്കുമ്പോഴേക്കും അതെനിക്ക് നന്നായിട്ട് തോന്നി. ഗ്ലാസ് ഒക്കെ തുടയ്ക്കാൻ സാനിറ്റൈസർ നന്നായിട്ട് തോന്നി. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന വലിയ സാനിറ്റൈസർ ഉണ്ടല്ലോ, പിങ്ക് കളർ, അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് തോന്നി. നമ്മളല്ലാതെ നമ്മൾ വാങ്ങുന്നതിന് ആ ഒരു മണമാണ് കൂടുതൽ ഉണ്ടാവുക. ക്ലീൻ ചെയ്യാൻ ഇത്തിരി സമയം എടുക്കും, കുറച്ചധികം വേണ്ടി വരും. ഈ ഹോസ്പിറ്റലിലൊക്കെ ഒരു പിങ്ക് വലിയ ബോട്ടിലില് ഹോസ്പിറ്റലിൽ അവിടെ ഒക്കെ ഇരിക്കുന്നത് കാണാം. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഇവര് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും. അച്ഛനും അമ്മയൊക്കെ കിടന്ന സമയത്ത് വലിയ വലിയ ബോട്ടിൽസ് ബാലൻസ് വന്നതൊക്കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകും, നമുക്ക് കൊണ്ടുവരാലോ. അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോ മിററൊക്കെ തുടക്കുന്നത്. അങ്ങനെ സാനിറ്റൈസറിന്റെ യൂസ് ഇപ്പൊ ഉണ്ട്. സാനിറ്റേഷൻ അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇത് സിറ്റി വില്ലേജ് അതിനൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സിറ്റി ഡേർട്ടി ആണെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും, സ്കൂള് തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഓഫീസുകളും എല്ലാം ഡേർട്ടി ആകും. കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരാം. കാരണം അവരത്രയും നമ്മളെ പ്രായമായവരെ പോലെ അഡൽട്സിനെ പോലെ ഇമ്മ്യൂണിറ്റി പവർ അവർക്ക് ആയി വരണേ ഉള്ളൂ. അവർ പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ അവർക്ക് വരും. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. അവർ കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ കൂടുമ്പോഴാണ് അവരുടെ ഇമ്മ്യൂണിറ്റി കൂടുന്നത്. നെക്സ്റ്റ്, ഫുഡ് ആൻഡ് ക്ലോത്ത്. കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം നല്ല ഹെൽത്തി ആയിരിക്കണം. അൺഹെൽത്തി വേ ഓഫ് ഫുഡ് ഹാബിറ്റ്സ് പാടില്ല. ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കുക. പിന്നെ ക്ലോത്ത് അവരിടുന്ന ക്ലോത്ത് നല്ല നീറ്റും ക്ലീനും ആയിരിക്കണം. ഭയങ്കര വില കൂടിയത് അതിലല്ല കാര്യം, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. പിന്നെ നമ്മളുടെ ക്ലൈമറ്റിന് ചേരുന്നതാണെങ്കിൽ വളരെ നല്ലത്. നമ്മളുടെ കാലത്തെ ക്ലൈമറ്റിന് ചേരുന്നത് കോട്ടൺ തന്നെയാന്ന് തോന്നുന്നു. പിന്നെ കുട്ടികൾക്ക്, അങ്ങനെയുള്ള കുട്ടികൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും സ്കൂളിലും. പിന്നെ ക്ലോത്ത്സ്, ഇങ്ങനെ കൊടുക്കുന്ന ക്ലോത്ത്സ് നല്ല ടൈറ്റും ആകരുത്, അതുപോലെ തന്നെ ലൂസും ആകരുത്. അവരുടെ പാകത്തിനുള്ളതായിരിക്കണം. ചില വീടുകളിൽ ചിലപ്പോൾ ചേട്ടന്റെ അങ്ങനെ ചേച്ചിയുടെ അങ്ങനെയൊക്കെ കൊടുക്കുമല്ലോ, ചിലപ്പോൾ അവർക്ക് കറക്റ്റ് അളവാകണം എന്നില്ല. രണ്ടുപേരും ഒരേ ഏജിൽ ഒരേപോലെ ആവണമെന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരാം. ഇനി വീടിന്റെ ഒരു ലൊക്കേഷൻ, ആ പ്ലാൻ ഓഫ് ദ ഹൗസ് എല്ലാം അതിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. ഇപ്പൊ കാണുന്ന ഒരു ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, റോഡ് പണി നടക്കുവാണല്ലോ. ഈ ഹൈവേയുടെ പണി നടക്കുമ്പോ കുറേ വീടുകൾ ഹൈവേ എടുത്തു. ചില വീടുകളൊക്കെ ഇങ്ങനെ മുറിച്ച്, കേക്കിന്റെ കഷ്ണം മുറിക്കുന്ന പോലെ ഇങ്ങനെ മുറിച്ചു വെച്ചിരിക്കുക, അതുപോലെയൊക്കെ ഇരിക്കും. അപ്പൊ ചില വീടുകൾ റോഡിനോട് ചേർന്നു. ബാക്കിൽ ഉണ്ടായിരുന്ന വീടുകൾ, ഫ്രണ്ടിലെ വീടൊക്കെ ഇടിച്ചു പൊളിച്ചൊക്കെ പോയി, അവരൊക്കെ വേറെ എവിടേക്കൊക്കെ അവർക്ക് നല്ല ഇത് കിട്ടിയവർ പോയിട്ടുണ്ട്. എന്നാലും ബാക്കിലുള്ള വീടുകളൊക്കെ റോഡിനോട് ചേർന്നു. അവർക്കുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ റോഡ് പണി നടക്കണ കാരണം ഭയങ്കര പൊടി. അത് റോഡിന്റെ പണി 1-2 വർഷമായിട്ട് നടക്കുവാണല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഭയങ്കര പൊടി, മഴ പെയ്ത ചെളി, ഇതൊക്കെയാണ് അവരുടെ അവസ്ഥ. അപ്പൊ അവര് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുക. പിന്നെ റോഡിലൂടെ പോകുമ്പോ ഇങ്ങനെ കാണാം ഈ സൈഡിൽ വന്ന വീടുകളുടെയൊക്കെ ഒരു പ്രശ്നങ്ങൾ. ഒരു വീടിന്റെ ലൊക്കേഷൻ പ്ലാൻ, അതൊക്കെ അതിനൊക്കെ നല്ല റോളുണ്ട്. ഇതുപോലെ ആളുകളുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ നല്ല വെന്റിലേഷൻ. ചിലർ ഈ ഫാക്ടറികളുടെ അടുത്തൊക്കെ താമസിക്കുന്നവർക്ക് പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അവരവിടെ വിട്ട് വേറെ എവിടേക്കെങ്കിലും പോവാറൊക്കെ ഉണ്ടല്ലോ. സ്കിന്നിന് ഇറിറ്റേഷൻ, ലങ്സിന്റെ പ്രശ്നം, ചുമ, ശ്വാസം മുട്ട്, അങ്ങനെയൊക്കെ അവർക്ക് ഉണ്ടാകും. വീടിന്റെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. നല്ല വെന്റിലേഷനും സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു വീടായിരിക്കണം. അറ്റ്മോസ്ഫിയർ നല്ല നീറ്റ് ആയിരിക്കണം. അൺഹെൽത്തി കണ്ടീഷൻ ഉണ്ടായിരിക്കരുത്, അതിൽ നിന്ന് ഫ്രീ ആയിരിക്കണം. നെക്സ്റ്റ്, ഇന്റീരിയറിന്റെ കാര്യം പറഞ്ഞു. ഇന്റീരിയർ, നമ്മുടെ വീട്ടിൽ കുറെ ഫർണിച്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. കട്ടില്, ചെയർ, ടേബിൾ, അങ്ങനെയൊക്കെ വരും. ഷെൽഫുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് ഡസ്റ്റ് നല്ലപോലെ ഉണ്ടാവും. ചില ഏരിയയിൽ ഡസ്റ്റ് കൂടുതലായിരിക്കും, പ്രത്യേകിച്ചും ചൂട് കാലത്ത് ഡസ്റ്റ് ഉണ്ടായിരിക്കും. മഴക്കാലമാകുമ്പോൾ അത്രയ്ക്ക് നമുക്ക് തോന്നില്ല, എന്നാലും ചൂട് സമയത്ത് ഇതുപോലെ ഡസ്റ്റ് വരും. അപ്പൊ അതൊക്കെ നല്ലപോലെ, ചിലർക്ക് ഭയങ്കര ഡസ്റ്റ് അലർജി ഉള്ള ആൾക്കാരുണ്ട്, നല്ല നീറ്റായിട്ട് ഇതൊക്കെ തുടച്ച് ഒക്കെ വൃത്തിയാക്കുക. കാരണം വീട്ടിലുള്ള മറ്റുള്ളവരുടെ ഹെൽത്തും നമ്മുടെ ഹെൽത്തും ഇമ്പോർട്ടന്റ് ആണല്ലോ. ഇതൊക്കെയാണ് ഔട്ട്സൈഡ് ദ സ്കൂൾ നമ്മളൊരു കുട്ടിയുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നാച്ചുറലി കുട്ടികൾക്ക് വേണ്ടി ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെല്ലാവർക്കും വേണ്ടിയിട്ടും കൂടിയാണ്, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു കുട്ടിയുടെ കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നോ? ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഡ്രസ്സ് നല്ല ടൈറ്റ് ആവരുത്, ലൂസ് ആകരുതെന്നുള്ള കാര്യത്തില് ഷെയർ ചെയ്തിരുന്നോ? നമ്മളുടെ ഏതൊരു ബാച്ച്, 4th ബാച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മുടെ ഒരു ട്രെയിനി ടീച്ചിങ് പ്രാക്ടീസിനായിട്ട് ഒരു സ്കൂളിൽ പോയി.
ഒരു ദിവസം ഈ കുട്ടി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മിസ്സേ ഇങ്ങനെ സ്കൂളില് 2 ആൺകുട്ടികൾ വരുന്നുണ്ട്, ചേട്ടനും അനിയനുമാണ്. ഒരാള് ഫസ്റ്റ് സ്റ്റാൻഡേർഡില്, ഒരാള് LKG. അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്, ഫിനാൻഷ്യലി ഒന്നും പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ ഇവര് പ്രോപ്പർ ആയിട്ടല്ല കുട്ടികളെ അയക്കുന്നത്. ചില ദിവസം കുളിച്ചിട്ടുണ്ടാവില്ല, മുടിയൊന്നും ചീകിയിട്ടുണ്ടാവില്ല. പിന്നെ ചേട്ടന്റെ ഡ്രസ്സാണ് ഈ അനിയന് കൊടുത്തേക്കുന്നത്, ചേട്ടന്റെ പഴയ ഡ്രസ്സ്. അപ്പൊ അവനത് ഒട്ടും പാകല്ല, ലൂസാണ്. അവൻ ഓടുമ്പോ ഇവന്റെ ട്രൗസർ ഊരി അങ്ങ് പോകും. അതുപോലെ അങ്ങനെയൊക്കെ മറ്റു കുട്ടികളെ കളിയാക്കി ചിരിക്കും. പിന്നെ വാട്ടർ ബോട്ടിൽ കൊടുത്തു വിടില്ല എന്ന്. കാര്യം സ്കൂളിൽ വെള്ളം ഉണ്ടെങ്കിലും കുട്ടികൾ സാധാരണ വാട്ടർ ബോട്ടിൽ വെള്ളം കൊണ്ടുപോകും. അവർക്ക് വെള്ളം കുടിക്കണം എന്ന് ആവശ്യപ്പെട്ട് വെള്ളം കുടിക്കും. തീരുമ്പോൾ സ്കൂളിൽ പോയിട്ട് ഫില്ല് ചെയ്യും. അങ്ങനെയാണല്ലോ പൊതുവെ ചെയ്യുന്നത്. അപ്പൊ വാട്ടർ ബോട്ടിൽ കൊടുത്തു വിടില്ല. അപ്പൊ സ്കൂൾ അതോറിറ്റീസ് പലതവണ പാരന്റ്സിനെ വിളിച്ചു പറഞ്ഞു വാട്ടർ ബോട്ടിൽസ് കൊടുത്തു വിടണമെന്ന് പറഞ്ഞു. കുട്ടികളെ നല്ലപോലെ അവരെ അനങ്ങുന്നേ ഇല്ല. എന്താ ചെയ്യട്ടെ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ലാസ്റ്റ് ചാൻസ് ആണ്, അതായത് നമ്മളുടെ ഒരു ശ്രമമാണ്. പാരന്റ്സിനെ വിളിക്കുക, ഇതേ കാര്യം തന്നെ പറയുക. കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് ഭക്ഷണം കൊടുത്തു വിടണം, വാട്ടർ ബോട്ടിൽ കൊടുത്തു വിടണം, പിന്നെ ഡ്രസ്സ് നല്ലതുപോലെ വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്യിച്ച് കുളിപ്പിച്ച് വൃത്തിയായിട്ട് മുടിയൊക്കെ ചെയ്യി അങ്ങനെ അങ്ങനെ പറഞ്ഞു വിടണം എന്നുള്ള രീതി പറയണം. എന്നിട്ട് ആഡ് ചെയ്യുക, നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ അറിയിക്കും എന്നൊന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു. ഇവർ അതുപോലെ തന്നെ പാരന്റ്സിനോട് പറഞ്ഞു. പിറ്റേ ദിവസം തുടങ്ങി കുട്ടികളെ നല്ല നീറ്റായിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല ഡ്രസ്സില് വാട്ടർ ബോട്ടിലും ഭക്ഷണവും നല്ല രീതിയിലൊക്കെ ആയിട്ട് നല്ല പോലെ കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ തുടങ്ങി. അത് കുട്ടികളുടെ റൈറ്റ്സ് തന്നെയാണ്. അവർക്ക് നല്ല ഭക്ഷണം കിട്ടുക, നല്ല വസ്ത്രം, അവരെ നല്ല വൃത്തി, ഇങ്ങനെ ചെറിയ ഏജാ, വേറൊരാൾ ടേക്ക് കെയർ ചെയ്യണം അവരെ കുളിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ. LKG കാരെന്നൊക്കെ പറയും. കുറച്ചുകൂടെ കഴിയുമ്പോഴേ അവര് നമ്മൾ നല്ല വൃത്തിയായിട്ട് അവരെ കുളിപ്പിക്കുന്നത് കണ്ടാണ് അവര് തന്നെ കുളിക്കാൻ തുടങ്ങുന്നത്. നമ്മൾ കാണിച്ചു കൊടുക്കണമല്ലോ ആദ്യം. അങ്ങനെ പിന്നെ അവരെ നല്ല നീറ്റാക്കി വിട്ടു. നമ്മൾ പറഞ്ഞൊരു വാക്കായിരുന്നു, അവർക്ക് ടെൻഷൻ ആയിപ്പോയി. ചൈൽഡ് ലൈനിനെ അറിയിക്കുന്നു പറഞ്ഞപ്പോ അവര് പേടിച്ചു. അങ്ങനെ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് റിസൾട്ട് കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കിയതായിരുന്നു. റിസൾട്ട് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം. ഓക്കെ, അതാണ്. ഇനി നമുക്ക് റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ, സ്കൂളിന്റെ റോള്, പിന്നെ വേറെ പേഴ്സണൽ ഹൈജീൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഈ ഒരു ടൈം എന്നൊക്കെ പറയുമ്പോഴേക്ക് ഇത്തിരി വിശപ്പും ഭക്ഷണം കഴിച്ചാലോ ഉറക്കം വരുന്നൊക്കെ ടൈം ആണല്ലോ. കുറച്ചുകൂടെ നമുക്കൊന്ന് ആക്ടിവിറ്റി ഓറിയന്റഡ് ആക്കിയാലോ? ഇവിടെ നിങ്ങൾ ആകെ ചെയ്യുന്ന ആക്ടിവിറ്റി വായിക്കുക, പിന്നെ ക്ലാസ് തുടങ്ങുമ്പോൾ പ്രെയർ, അത്രയും മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് ഇത് ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ആക്കി ചെയ്താലോ? ലൈക്ക് ഇപ്പൊ അടുത്ത പോർഷൻ നമ്മൾ എടുക്കാൻ പോകുന്നത് റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. വായിക്കാൻ സമയം കിട്ടുന്നവരെന്ന് വായിച്ചു നോക്കിയിട്ട് ഇതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി പ്രസന്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യാം. അപ്പൊ ബാക്കിയുള്ളവർക്ക് അതൊരു മോഡലാവും, അവരും അത് ചെയ്തൊക്കെ വയ്ക്കും. നമ്മളുടെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറിയേക്കാൾ കൂടുതൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഏറ്റവും വേണ്ടുന്നത് മാത്രം ആക്കിയേക്കുക. കാരണം ടൈം കിട്ടിയില്ലെങ്കിലോ? താങ്ക് യു വിദ്യ. അപ്പൊ ടൈം, കാരണം നിങ്ങൾ കുറെ ആക്ടിവിറ്റീസ് തരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനുള്ള സമയം കിട്ടാതെ നിങ്ങൾ ബുദ്ധിമുട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എല്ലാവർക്കും ഫാമിലി ഉണ്ട്, ഫാമിലി ടൈം, കൊച്ചുകുട്ടികൾ ഉണ്ടാവും, പ്രായമായ പാരന്റ്സ് ഉണ്ടാവും വീട്ടില്, ചിലപ്പോൾ ജോലിക്കും പോണവരുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ആക്ടിവിറ്റീസ് അത്യാവശ്യം മാത്രം ചെയ്യിക്കുന്നത്. തന്നെയായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നുകയാണെങ്കിൽ തന്നെ ചെയ്തു. നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ ചെയ്ത എല്ലാ സാധനങ്ങളും ഒരു ബാഗിലോ ബിഗ് ഷോപ്പറിലോ ആക്കി അതുമായിട്ട് പോകണം എന്ന് പറയും. അവരോട് പറയണം, നമ്മൾ ചെയ്ത കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് അല്ലേ. വേറൊരാൾ ചെയ്തത് എടുത്തുകൊണ്ട് പോകുമ്പോഴല്ലേ നമുക്ക് ടെൻഷൻ, നമ്മളോട് ചോദിച്ചാൽ അറിയാണ്ട് പറ്റുള്ളൂ. നമ്മൾ ചെയ്ത ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഹാൻഡ് വാഷിന്റെ ചാർട്ട് കാണിക്കും. ചാർട്ടിലാണ് ചെയ്യുന്നത്. രമ്യം ചാർട്ടിലാണ് ചെയ്തത്. ഓക്കെ ഓക്കെ. ചാർട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല കളർ ആയതുകൊണ്ട് ഇത് പഠിച്ചപ്പോഴും ശ്രദ്ധിക്കും. ഓക്കെ, മെർലി ഞാനും ചാർട്ടിൽ ചെയ്തിട്ടുണ്ട്. നീ ചാർട്ടിലാണോ ചെയ്തത്? വെരി ഗുഡ്. പടമൊക്കെ വരച്ചിട്ടുണ്ടല്ലോ 3 പേരും. തന്നെയാണോ പടമൊക്കെ വരച്ചേ? ഇത് ജസ്റ്റ് കാർട്ടൂൺ തനിയെ വരച്ചതാ.
നന്നായിട്ടുണ്ട്. എന്തായാലും സൂക്ഷിച്ചു വെച്ചോളൂ. റോള് ചെയ്ത് പ്രത്യേകം ഒരു കവറിലോ ഷോപ്പറിലോ ഒക്കെ ആയിട്ട് സൂക്ഷിച്ചു വെക്കുക. കാരണം അല്ലെങ്കിൽ എഡ്ജ് ഇങ്ങനെ മടങ്ങും, അതിന്റെ ഒരു ഫ്രഷ്നെസ് പോകും. ടീച്ചിങ് പ്രാക്ടീസിന് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമുക്ക് എടുക്കാം, കയ്യിലെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ചില കുട്ടികൾ പറയണ്ടായിരുന്നു ഇങ്ങനെ ഇത് ഇടാൻ പറ്റുന്ന ഒരു കുഴലുണ്ടെന്ന്. അതിന് പക്ഷെ നല്ല റേറ്റ് ആവുമായിരിക്കും. സൂക്ഷിക്കാൻ പറ്റുന്ന BEdകാരൊക്കെ വാങ്ങിച്ചു വെക്കാറുണ്ടെന്നൊക്കെ പറയണേക്കെ. ഇങ്ങനെ ഒരു ചാർട്ട് പേപ്പറിന്റെ ആ വലുപ്പത്തിൽ വരുന്ന ഒരു പൈപ്പ് പോലെ അതിന്റെ ഉള്ളിൽ വെച്ച് അത് ക്ലോസ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ടില്ല. ആണോ? മോൻ വരച്ചതാ. ആണോ? കാണാൻ പറ്റുന്നില്ല. കൊള്ളാലോ. എന്റെ മോൻ വരച്ചതായി. മോൻ എത്ര ക്ലാസ്സിലാ? 11th, ഇപ്പൊ 12th-ലേക്കായി. വരക്കലൊക്കെ കുറഞ്ഞു മിസ്സേ. അപ്പൊ ഇത് കിട്ടിയത് ഉപകാരമായി. ഇപ്പൊ വരക്കലൊന്നും ഇല്ല. ഇത് പറഞ്ഞപ്പോഴേക്കും. +1 എക്സാം കഴിഞ്ഞോ? കഴിഞ്ഞു. ഇപ്പൊ 12th-ലേക്കായി. സ്റ്റാർട്ട് ചെയ്തു. വെക്കേഷൻ ഉണ്ടോ മോന്? ഏപ്രിൽ മെയ് ഇല്ല, മെയ് മാത്രം. അപ്പൊ നമുക്ക് ഇനി ആക്ടിവിറ്റീസ് വരും. അപ്പൊ മെയില് രണ്ടുപേരും കൂടി ഇരുന്ന് ചെയ്യും. മോളിൽ എന്തൊക്കെയോ അത് മനസ്സാണോ? മോളില് ഏതാണ്? അതെ, മോളിൽ ഷീൽഡൊക്കെ മോന് കിട്ടിയതാണോ? അത് മോൻ ചെസ് പ്ലെയർ ആയിരുന്നു. ഇപ്പോഴും കുറവാ പോകെ. ചെസ് പ്ലെയറാ. മടി എല്ലാം നിർത്തി. കഴിഞ്ഞ വർഷം വരെ പോയിരുന്നു. ഇപ്പൊ ഈ വർഷം കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങും. കാരണം മോന് വേണമെങ്കിൽ +2 ഒക്കെ കഴിയുമ്പോ സ്കൂളുകളിൽ പോയിട്ട് പഠിപ്പിക്കാം, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കുട്ടികളെ ട്രെയിൻ ചെയ്യാം. ചെസ് പഠിപ്പിക്കുന്ന ആൾക്കാർ കുറവാ. ഇവൻ റേറ്റിംഗ് ഉള്ളതാ. പക്ഷെ ആൾക്ക് ഈ വർഷം തുടങ്ങി ഇത്തിരി ഗെയിം അഡിക്ഷൻ കൂടിയിട്ടേ. അപ്പൊ ഞാൻ ഇതൊക്കെ ചെയ്യിപ്പിച്ച. പിന്നെ അതുകൊണ്ടാ ഞാൻ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും, പിള്ളേർക്ക് ആവട്ടെ എന്ന് ഓർത്തിട്ട്. ഞാൻ എന്തായാലും കമ്മിങ് വീക്കില് റെക്കോർഡ് എഴുതാനുള്ള ഡീറ്റെയിൽസ് തരാം. അതിൽ കുറെ നമുക്ക് വരയ്ക്കാനും കട്ട് ആൻഡ് പേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പം വെക്കേഷൻ വരുവാണല്ലോ, എല്ലാവർക്കും മക്കളുമായിട്ടിരുന്ന് ചെയ്യാം. മക്കളായിട്ട് ചെയ്യുമ്പോഴാണ് കുഞ്ഞു കുട്ടികൾ ഒരെണ്ണത്തിനെ വലിക്കുമ്പോ ഒരെണ്ണം വേറെ എടുത്തോണ്ട് പോകും. ചെറിയ മക്കളാണോ? ചെറിയ മക്കളെ. എനിക്കും അതുപോലെ രണ്ട് ചെറിയ പിള്ളേരാ. അതുകൊണ്ട് എന്തേലും ചെയ്യാനത് ഒന്നും കാണത്തില്ല, എല്ലായിടത്തോട്ട് ഓടും. പിള്ളേര് പറയണത് രണ്ടും എനിക്ക് നല്ല പാടാണ് ആയതുകൊണ്ട്. നീനുവിന്റെ പ്രൊഫൈലിൽ കാണുന്നത് ആ ടിപ്സ് ആണോ? ആണ്. അവര് ഭയങ്കര കുരുത്തക്കേടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് മിസ് പറഞ്ഞ വർക്ക് ചെയ്യുന്ന അസൈൻമെന്റ് ആണെങ്കിലും ചെയ്തിരുന്നു. ആണോ? ട്വിൻസ് ആണ്. 2 ആൺമക്കളാ. 3.5 വയസ്സായി. എനിക്ക് 2 ആൺപിള്ളേരാ. 4 വയസ്സായി. അടുത്ത അക്കാദമിക് രണ്ടുപേരെ ചേർക്കാൻ പറ്റും. മിക്കവർക്ക് ഈ ഒരു ഏജിലുള്ള കുട്ടികള് സ്കൂളിൽ പോകുന്നവരാണ് മിക്ക ആളുകളുടെ മക്കളല്ലേ. എന്റെ മോള് ഞാനിതില് എന്റെ മോള് 3ാം ക്ലാസ്സിലാണ് മിസ്സേ. പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മമ്മി പഠിക്കണം, എന്നെ ഓരോന്നൊക്കെ പറയാം, മമ്മി പഠിക്കണം. പിന്നെ തോട്ട് ഓഫ് ദി ഡേ ഒക്കെ എനിക്ക് ബുക്കിൽ എഴുതി വെച്ച് തന്നിട്ടുണ്ട്, മമ്മി ഇത് പറയണോ എന്നൊക്കെ പറഞ്ഞിട്ട്. 1-2 പ്രാവശ്യം അവൾ ക്ലാസ് കാണാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചോദിക്കും ഇന്ന് ഏത് മിസ്സാ പഠിപ്പിച്ചെന്നൊക്കെ ചോദിക്കും. ക്ലാസ് ഇല്ലാത്തപ്പോഴേ സ്കൂളില്ലാത്ത സമയത്തൊക്കെ ഒരു 1-2 വട്ടം ക്ലാസ് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് ഒരു മമ്മി തോട്ട് ഓഫ് ദി ഡേ ഒക്കെ പറയണം, പിന്നെ പ്രെയർ ചൊല്ലണം എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു തരും. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. മമ്മി ഇന്ന് പഠിക്കുന്നില്ലേ? കുട്ടികളോട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? അവര് നമ്മളോട് ചോദിക്കും. ഞാനിപ്പോ പഠിപ്പിക്കാതിരിക്കുമ്പോ എന്നോട് ചോദിക്കും മമ്മിക്ക് ഒന്നും പഠിക്കാനില്ലേ, മമ്മി പഠിക്കുന്നില്ലേന്ന് ചോദിക്കും. അതാണ് അത് സ്ഥിരം മക്കള് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പഠിക്കാനൊന്നുമില്ലേത്. നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചോ മക്കള് നമ്മളോട് ഇത് ചോദിക്കുന്നത്?
എപ്പോഴും പഠിക്കുന്ന ഇല്ല ഇല്ല കാര്യങ്ങളൊക്കെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിള്ളേർക്ക് നമ്മൾ ഇഷ്ടം. നിർബന്ധിച്ച് പഠിപ്പിക്കുമ്പോ ഇപ്പൊ നമുക്ക് പഠിക്കാറായപ്പോ അവര് ചോദിക്കുന്നത് മമ്മിക്ക് പഠിക്കാനില്ലേ, മമ്മി പഠിക്കാൻ പറയും. അവർക്കും മാറ്റം വരും, നമ്മൾക്കും മാറ്റം വരുമല്ലോ. നമുക്ക് അവരെ എങ്ങനെ പഠിപ്പിക്കണം എന്ന് മനസ്സിലാവും, അവരും നമ്മളുടെ കൂടെ ഇരുന്ന് പഠിക്കാനാവും. എന്തായാലും അങ്ങനെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഇതിപ്പോ എന്തായാലും മോന് ആ ഒരു എന്താ പറയുക സ്ക്രീൻ അഡിക്ഷൻ, ഗെയിം അഡിക്ഷൻ ഒക്കെ കുട്ടികളിലുണ്ട്. നമുക്കത് പെട്ടെന്ന് ഇങ്ങനെ നിഷേധിക്കാൻ പറ്റില്ല, നമുക്ക് നിയന്ത്രിക്കാനേ പറ്റുള്ളൂ. അപ്പൊ നമുക്കതിന് ക്രിയേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്ത് അവരുടെ അത് കുറയ്ക്കുക. ആ ക്രിയേറ്റീവ് മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് അല്ലെ. ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ആകുമ്പോൾ അവർ കൂടുതൽ ഇതിലേക്ക് അവരുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ അത് തന്നെ നല്ല കാര്യമാണല്ലോ. കുട്ടികൾ അമ്മമാര് പറയാറുണ്ട് സ്കൂളിൽ നിന്ന് വൈകിട്ട് വരണേ ഇന്നെന്താ ചെയ്യാനുള്ളത്, ഇന്നെന്താ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞിട്ട്. സാധാരണ ഓടി വന്ന് ഫോൺ എടുക്കുന്ന മക്കളുടെ ഒക്കെ ചോദ്യം ഇപ്പൊ അതാണെന്നാണ് അമ്മമാര് പറയണേ. ഞാൻ കുറച്ച് ആക്ടിവിറ്റീസ് ഞാൻ തരാം, നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യൂ. ഇപ്പൊ എല്ലാവരും റെക്കോർഡ് ക്ലാസ് കാണുന്നവർ അവര് ടെൻഷനായി പോകും, അയ്യോ ഇതൊക്കെ എങ്ങനെ ചെയ്യും, സമയമില്ലല്ലോ എന്ന്. പറ്റുന്ന എല്ലാം ചെയ്യും. നിർബന്ധമായിട്ടും നമുക്ക് ആവശ്യമുള്ള ചെയ്യേണ്ടതിന്റെ ഒരു ലിസ്റ്റ് തരാം, അല്ലാത്തത് സമയമുള്ളവര് അതിനനുസരിച്ച് ചെയ്തു വെച്ചാൽ മതി. ഓക്കെ, ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. സൈൻ ഔട്ട് പറഞ്ഞില്ലല്ലോ, ആരും ഉണ്ട് പറയാൻ. ഇല്ലേ, ആരുമില്ലേ? സൈനോട്ട് ഞാൻ പറയാം മാഡം. Good afternoon, ma'am. Good afternoon, friends. Today there was discussed about importance of health education. It was a nice experience with Disha, ma'am. We will discuss more about the portion in the next class. Thank you all. Thank you, Miss. Thank you, ma'am. Thank you, ma'am. Thank you so much. Thank you, ma'am. Thank you. Bye. ഹലോ മാം, ഒരു കാര്യം പറയട്ടെ. അതെ, ഞാനായിരുന്നു പ്രയർ. ഞാൻ ഇവിടെ പാടുന്നുണ്ട്, പക്ഷെ ഈ നെറ്റ് വൈഫൈ കട്ടായി പോയി, കറണ്ട് പോയി. ശരി, ഞങ്ങൾക്ക് ആരും കേൾക്കുന്നില്ലായിരുന്നു. അപ്പൊ ഓരോരുത്തർക്കും സംശയം അവരവർക്ക് മാത്രമാണോ കേൾക്കാത്തത്. സ്നേഹ ഇപ്പൊ പാടണമെന്നുണ്ടോ? എല്ലാരും പോയി, നമ്മള് പഠിക്കും. ഞങ്ങള് കേട്ടോ, പഠിക്കോ? ദൈവമേ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. എന്നെന്നും നിന്റെ പുണ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. എന്നെന്നും നിന്റെ പുണ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. ഇരുളിൽ ദീപമായി തെളിയണം എന്നും തുണയായി നീ കൂടെ പോരണം. പാടമെന്നും എളുപ്പമാകണം, ശീലങ്ങൾ നല്ലതാകണം. മുള്ളുകൾ മാറ്റി പൂവിരിക്കണം, നിൻ വഴി ഞങ്ങൾ കരുളേണം. നിന്റെ സ്നേഹത്തിൽ മുങ്ങി നീരാടാൻ സൗഭാഗ്യമെന്നും നൽകണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. കേട്ടോ? നന്നായിട്ടുണ്ടായിരുന്നു. സൂപ്പർ. കുറെ പേർക്ക് മിസ്സായി, നമ്മൾക്ക് കുറച്ചു പേർക്കേ കിട്ടിയുള്ളൂ ഇത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. Thank you, ma'am.